ഗ്രഹിക്കപ്പെട്ട സമയത്തിനായിട്ട് കർത്താവിനെ സ്തുതിക്കുകയും കർത്താവിനെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. ഒരുമിച്ച് ഇങ്ങനെ ദൈവസ്ഥനായിരിക്കാൻ ദൈവത്തെ ചെയ്യുന്നു. ഞാൻ സ്ഥലത്ത് വന്നത് ആ ദൈവകൃപയിൽ ആശ്രയിച്ച സ്നേഹത്തോടെ ഇവരെല്ലാം കാണുന്നു. ഒരുമിച്ച് ശുശ്രൂഷ അനുഭവിക്കാനും സ്നേഹം പങ്കുവയ്ക്കാനും ഒക്കെ ദൈവം ഇടയാക്കി. ഇതെല്ലാം നന്ദിയോടെ ഓർമ്മ പ്രിയ കമൽദാസൻ ഷൈൻ പാസ്റ്റർ കുടുംബം സ്തോത്രം ചെയ്യുന്നു. ദൈവം നമ്മളെ സഹായിക്കട്ടെ. എന്റെ പ്രിയ സജൻ ചാൻ അവിടെ ഉണ്ടാകുന്നതിനാണ് ഇടയായിട്ട് ഇങ്ങനെ പ്രിയപ്പെട്ടെല്ലാം കാണുന്നതിന് പരിചയപ്പെടുവാന് അനുഭവിക്കാനൊക്കെ ദൈവം ഇടയാക്കി. ആ എല്ലാ സ്നേഹവും കരുതലുകളും നന്ദിയോടെയും സ്നേഹത്തോടെയും നമ്മളെ എല്ലാവരെയും ഇന്ന് രാത്രിയിൽ അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് നിമിഷം ദിവസത്തിൽ പ്രാർത്ഥിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആത്മനമേ നീ യഹോവയെ വാഴ്ത്തുക. എന്റെ സർവ്വ അന്തരംഗമേ അവിടുത്തെ വിശുദ്ധനാമത്തെ വാഴ്ത്തുക. എന്മനമേ യഹോവയെ വാഴ്ത്തുക. ഇവിടുത്തെ ഉപകാരങ്ങൾ മറക്കരുത്. എല്ലാ പ്രയാസങ്ങളും നടുവിലിരിക്കുന്ന ദൈവമായിരിക്കാൻ കർത്താവെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു, ഞങ്ങൾ അങ്ങ് നല്ല അനുഗ്രഹീതമായ സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾക്ക് ഒരുമിച്ച് ദൈവപാദ പീഠത്തിലേക്ക് അടുത്തു വന്ന് കർത്താവിനെ സ്തുതിക്കുവാൻ ഒരുക്കിയ സഹായിക്കും. ഷൈൻ ഭാഷക്കായി സ്തോത്രം ചെയ്യുന്നു. ഇവിടെയുള്ള ദൈവമൊക്കെക്കായി പ്രാർത്ഥിക്കുന്നു. ഓരോ കുടുംബങ്ങളെ ഞങ്ങൾ ഓർക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കണം. ജയിക്കുവാനായിട്ടുണ്ടായ മുഖാന്തരങ്ങൾക്കായി സ്തോത്രം. പ്രിയ സഞ്ചാനായ ചേച്ചിക്കായി സ്തോത്രം. ഇങ്ങനെ ആ മുഖാന്തരങ്ങളുടെ പ്രിയപ്പെട്ടവരൊക്കെ കാണുവാനും ബന്ധം ഉണ്ടാകുവാനും പരിചയപ്പെടുവാനും അങ്ങനെ ആ ബന്ധം വീണ്ടും ഒരിക്കലൂടെ ഞങ്ങൾക്ക് കൂടി കാണുവാൻ ഇവിടെയാക്കി ഓർത്ത് സ്തോത്രം ചെയ്യുന്ന അവിടുത്തെ എല്ലാ നിയോഗങ്ങൾക്കായും മുഖാന്തരങ്ങൾക്കായും സ്തോത്രം സഹായിച്ചോട്ടെ ഏൽപ്പിക്കുന്നു. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ, എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമുക്ക് നമ്മുടെ പുസ്തകങ്ങളെ തുറക്കാം. ഈ പുസ്തകത്തിൽ നിന്നുകൊണ്ട് ചില കാര്യങ്ങളെ ചിന്തിക്കുവാൻ കർത്താവിന് ചരണം. നമ്മൾ ഉൽപ്പത്തി പുസ്തകം ധ്യാനിക്കുമ്പോൾ പുസ്തകം 1-ാം അധ്യായത്തിൽ നാം കാണുന്നു. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൽ നാം കാണുകയാണ് ആദിയിലെ ദൈവം ആകാശവും സൃഷ്ടിക്കുക. ഇവിടെ നാം പ്രധാനപ്പെട്ട വേദവസ്തു കാണുന്ന ഒരു വാക്കാണ് ആദിയിലെ ദൈവമാണ്. ആ ഒരു വാക്കോടുകൂടിയാണ് അത് ആരംഭിക്കുക. ദ ബിഗിനിങ് ഗോഡ്. ആദിയിലെ ദൈവമായിരിക്കും. അപ്പൊ ആദിയിലെ ദൈവമാണെങ്കിൽ അന്ത്യത്തിലും ദൈവം കാണും എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ അറിവ്. ആദിയിലെ ദൈവം സൃഷ്ടിച്ചു. എങ്ങനെ സൃഷ്ടിച്ചു എന്ന് അങ്ങ് കാണുന്നുണ്ട്. ഹി ക്രിയേറ്റഡ് ദ വേൾഡ് വിത്ത് ഹിസ് വേർഡ്. അതുകൊണ്ടാണ് യോഹന്നാൻ പറയുക ആദിയിൽ വചനം ഉണ്ടായി. ആ വചനം ദൈവത്തോട് കൂടെയായിരുന്നു. ആ വചനം ദൈവമായിരുന്നു. അപ്പോ ദൈവം സൃഷ്ടിച്ചു. തന്റെ വചനം മുഖാന്തരം സൃഷ്ടിച്ചു. സൃഷ്ടിക്കപ്പെട്ട ഭൂമി പാഴും ശൂന്യമായിരുന്നു എന്ന് കാണുക. ഇറ്റ് വാസ് വോയിഡ് ആൻഡ് എംപ്റ്റി. അതിന്മേൽ ഇരുളുണ്ടായിരുന്നു. ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിന്റെ മീതെ പരിവർത്തിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ദൈവം പ്രപഞ്ചത്തെ സൃഷ്ടിക്കുകയാണ്. ആ സൃഷ്ടിക്കപ്പെട്ട പ്രപഞ്ചത്തില് ദൈവം വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു. അങ്ങനെ എല്ലാം ഉണ്ടാകുന്നു. 9-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ദൈവം ആകാശത്തിന്റെ കീഴിലുള്ള വെള്ളം ഒരു സ്ഥലത്ത് കൂടട്ടെന്ന് കൽപ്പിക്കുകയാണ്. ആ പുസ്തകം തുറന്നു വെച്ച് കൂട്ടത്തിൽ വരിക. എന്നാലേ നമുക്ക് ആ കൂട്ടത്തിലേക്ക് പോകുവാനായിട്ട് കഴിയും. അപ്പം ദൈവം സൃഷ്ടിച്ചു. എങ്ങനെ സൃഷ്ടിച്ചു? തന്റെ വചനം മുഖാന്തരം സൃഷ്ടിച്ചു. God created the world with his word. So in the beginning God. യോഹന്നാനിൽ നമ്മൾ വരുമ്പോൾ കാണുന്നു in the beginning word. ആദി വചനം ഉണ്ടായിരുന്നു. ഇനി കാണുകയാണ് സൃഷ്ടിക്കപ്പെട്ട പ്രപഞ്ചം ശൂന്യമായിരുന്നു, പാഴും ശൂന്യമായിരുന്നു. And the spirit of the Lord was hovering over it. പരിശുദ്ധാത്മാവ് അതിന്മേൽ പരിവർത്തിച്ചുകൊണ്ടിരുന്നു. It was hovering over it.
അപ്പൊ ഇൻ ദ ബിഗിനിങ് ഹോളി സ്പിരിറ്റ്, പരിശുദ്ധ ദൈവം, വചനം, പരിശുദ്ധ, ഇത് മൂന്നും ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോൾ അവിടെ രൂപവും താളവും ഒക്കെ ഉണ്ടായതായിട്ട് കാണും. 9-ാം വാക്യം, സൃഷ്ടിക്കപ്പെട്ട പ്രപഞ്ചത്തില് വെള്ളം ഒരു സ്ഥലത്ത് കൂടട്ടെന്ന് കൽപ്പിച്ചു. വെള്ളം കൂടി, ഒരു സ്ഥലത്ത് വെള്ളം കൂടട്ടെ. ആ വെള്ളം ഒരു സ്ഥലത്ത് കൂടുകയാണ്. ആ വെള്ളത്തിന്റെ കൂട്ടത്തിന് എന്തെന്ന് പേരിട്ടു? സമുദ്രം എന്ന് പേരിട്ടു. എന്താ അർത്ഥം? സമുദ്രം എന്ന് പേരിട്ടു. അർത്ഥം, സമുദ്രം അന്ന് സൃഷ്ടിയെ മനുഷ്യന് പേടിയായി. അതുകൊണ്ടാണ് അത് എഴുതപ്പെടുക. സൃഷ്ടിയെ നിങ്ങൾ പേടിക്കരുത്, സൃഷ്ടിച്ചവനെ പേടിച്ചാൽ മതി. ഈ സൃഷ്ടിയെ മനുഷ്യൻ പേടിച്ചതിൽ നിന്നാണ് ആരാധനകൾ ഉണ്ടാകുന്നത്, പ്രപഞ്ചാരാധനകൾ. സൂര്യനെയും ചന്ദ്രനെയും ഒക്കെ മനുഷ്യൻ ആരാധിക്കാൻ തുടങ്ങിയത്, അഗ്നിയെയും വായുവിനെയും കാറ്റിനെയും ഒക്കെ മനുഷ്യൻ ആരാധിച്ച സമ്പ്രദായങ്ങൾ ഉണ്ടാകാൻ കാര്യം എന്താ? അതിന്റെ പ്രധാനപ്പെട്ട കാരണം ഒന്നാണ്, ഭയമായിരുന്നു. അപ്പൊ ഇവിടെ സൃഷ്ടിതാവ ദൈവത്തെ പരിചയപ്പെടുത്തുവാൻ ഈ സൃഷ്ടി സംഭവം, ദ ക്രിയേഷൻ ആക്ടിവിറ്റി ഓഫ് ദ ലോർഡ്, അത് അറിയപ്പെടാനായി എഴുതപ്പെടാനായിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു റീസൺ എന്ന് പറയുന്നത്, നമ്മള് സൃഷ്ടിതാവിനെ ഭയപ്പെട്ടാൽ മതി. വി ഹാവ് ടു വർഷിപ്പ് ദ ക്രിയേറ്റർ, നോട്ട് ദ ക്രീച്ചർ. ആ ഒരു ആശയം അവിടെ കൊണ്ടുവരികയാണ്. അപ്പൊ അതുകൊണ്ടാണ് ഇതെല്ലാം ദൈവം സൃഷ്ടിച്ചതാണെന്നുള്ള അറിവ് മനുഷ്യന് കൊടുക്കണം. ദൈവമാണ് സൃഷ്ടിച്ചത്. അതുകൊണ്ട് നമ്മള് സൃഷ്ടിയെ ഭജിക്കേണ്ട. അതുകൊണ്ടാണ് റോമാലേഖനത്തിൽ കാണുക, അവർ സൃഷ്ടിച്ചവനേക്കാൾ അധികം സൃഷ്ടിയെ ഭജിച്ച് ആരാധിച്ചു. അവർ അക്ഷയനായ ദൈവത്തിന്റെ തേജസ്സിനെ ക്ഷയമുള്ള പക്ഷി, മനുഷ്യൻ, നാൽക്കാലി, ഇടജാതി ഇവയുടെ രൂപസദൃശമാക്കി മാറ്റിക്കളഞ്ഞു. അതുകൊണ്ട് ദൈവം അവരെ അപമാന രാഗങ്ങൾ ഏൽപ്പിച്ചു. അവർ ഉചിതമല്ലാത്ത ചെയ്യത്തക്കണം അവരെ നികൃഷ്ട ബുദ്ധിയിൽ ഏൽപ്പിച്ചു എന്ന് റോമാലേഖനത്തിൽ നാം കാണുന്നുണ്ട്. അപ്പൊ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ദൈവം സമുദ്രത്തെ സൃഷ്ടിച്ചു. സമുദ്രത്തെ സൃഷ്ടിച്ചു എന്നുള്ള കാര്യം നമ്മൾ അറിയേണ്ടത് വളരെ പ്രധാനപ്പെട്ട ഗൗരവമുള്ളൊരു കാര്യമാണ്. നമ്മൾ സമുദ്രത്തെ ഭയപ്പെടേണ്ട. സമുദ്രത്തെ മനുഷ്യനൊന്നും ഭയമായിരുന്നു. അതുകൊണ്ടാണ് ഈ സമുദ്ര ജീവികളെ പേടിയായിരുന്നു. വേദപുസ്തകത്തില് നമ്മൾ വെളിപ്പാട് പുസ്തകത്തിലൊക്കെ വരുമ്പോൾ സമുദ്രത്തിൽ നിന്ന് ജീവികൾ കയറി വരുന്നതായിട്ട് കാണുന്നു. പിന്നെ സമുദ്രത്തിലെ ലിവിയാഥാന്റെ തല തകർത്തു. അപ്പം വക്രസർപ്പം, ലിവിയാഥാൻ, ഇതൊക്കെ സമുദ്രമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അപ്പൊ അങ്ങനെയൊക്കെ പഠിക്കുമ്പോൾ ഈ സമുദ്രത്തെയും സമുദ്ര ജീവികളെയും മനുഷ്യനെന്നും ഭയമായിരുന്നു. അപ്പൊ എന്താണ് ഇവിടുത്തെ ഉദ്ദേശം? നിങ്ങൾ അതിനെ പേടിക്കരുത്. പകരം ആരെ പേടിച്ചാൽ മതി? സൃഷ്ടിതാവിനെ ആരാധിച്ച. അപ്പൊ സമുദ്ര വിചാരങ്ങൾ ഞാൻ ഈ ദൈവം സമുദ്രത്തെ സൃഷ്ടിച്ചു എന്നുള്ളത് സമുദ്രതീരത്തിരുന്നുകൊണ്ടല്ല ഞാൻ ധ്യാനിക്കുന്നത്. ഞാൻ ധ്യാനിക്കുന്ന ഒരു മലയോര ഗ്രാമത്തിൽ ഇരുന്നുകൊണ്ട്. പക്ഷെ എങ്കിലും അതെന്റെ ധ്യാനത്തെ തീകത്തിച്ചു. ദൈവം സമുദ്രം സൃഷ്ടിച്ചു. ഇന്നും മനുഷ്യനെ സമുദ്രമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ജീവിക്കുന്ന ലക്ഷക്കണക്കിന് ആൾക്കാരുണ്ട്. അവരിന്നും സമുദ്രമൊക്കെ ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്ന് കൊള്ളക്കൊക്കെ ഉണ്ടാക്കിയാലും അവർക്ക് സമുദ്രത്തെ ഇഷ്ടമാണ്. എന്താ കാര്യം ചോദിച്ചാല്, എവിടം വരെ വന്നാലും സമുദ്രം ഇവിടം വരെ വരത്തുള്ളൂ അവർക്കറിയാം. എന്താ കാര്യം? ഇയ്യോബ് പറയുന്നു, ഗർഭത്തിൽ നിന്ന പോലെ. ഈ ഇയ്യോബ് 1-ാം അധ്യായം മുതൽ നമ്മൾ മുമ്പോട്ട് വരുമ്പോൾ 3-ാം അധ്യായം മുതൽ ഒത്തിരി ചോദ്യങ്ങൾ ചോദിക്കുന്നു. ദൈവം നിശബ്ദനായിരുന്നു, എല്ലാം കേട്ടിട്ട് 38-ാമത്തെ അധ്യായം വരുമ്പോൾ ദൈവം തിരിച്ച് ചോദ്യം ചോദിക്കാതെ. ആ ചോദ്യം ചോദിച്ചതിലെ ഏറ്റവും വലിയ ചോദ്യമായിരുന്നു, ഗർഭത്തിൽ നിന്നുള്ള എന്ന പോലെ സമുദ്രം ചാടി പുറപ്പെട്ടപ്പോൾ അതിന് കതക് ഓടാമ്പലും വെച്ചത് ആരാ? എവിടം വരെ വന്നാലും ഇവിടം വരെ നിനക്ക് വരാം, ഇവിടം കൊണ്ട് നിന്റെ തിരമാലകളുടെ ഗർഭം അടയ്ക്കുമെന്ന് പറഞ്ഞ് ഞാൻ അതിനെ അതിര് നിയമിച്ചു. അപ്പൊ സമുദ്ര വിചാരങ്ങൾ നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യം, ദൈവം സമുദ്രത്തിന് അതിരിട്ടിട്ടുണ്ട്. സമുദ്രത്തിന് അതിരിട്ടു നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് സമുദ്രത്തിന് മാത്രമല്ല, നമുക്ക് അതിരിട്ടിട്ടുണ്ട്. എത്ര പേരത് വിശ്വസിക്കുന്നുണ്ട്? ദൈവം നമുക്ക് അതിരിട്ടിട്ടുണ്ട്. പ്രപഞ്ചത്തിന് അതിരിട്ട ദൈവം, സമുദ്രത്തിന് അതിരിട്ട ദൈവം, നമുക്ക് അതിരിട്ടിട്ടുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് അതിരിട്ട ദൈവമാണ്. ആമേൻ. അതിരിട്ട് കാക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. അതിരിടുക മാത്രമാണോ ദൈവം ചെയ്തത്? അല്ല, അതിരുകളെ വിശാലമാക്കിയില്ലേ. അതുകൊണ്ടാണ് എബേസിന്റെ ചരിത്രം നമ്മൾ വായിക്കുന്നത്. ദിനവൃത്താന്ത പുസ്തകത്തിൽ നമ്മൾ എബേസിന്റെ ചരിത്രം വായിക്കുന്നുണ്ട്. എബേസ് വ്യസനപുത്രനായിരുന്നു. അവൻ ജനിച്ചപ്പോൾ എന്തോ പ്രയാസത്തോടു കൂടിയാണ് അവൻ. അതുകൊണ്ട് തന്നെ അമ്മ അവനെ വ്യസനപുത്രൻ എന്ന പേരിട്ടു. പക്ഷെ അവിടുന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചു, നീ എന്നെ അനുഗ്രഹിക്കണം, എന്റെ അതിര് വിശാലമാണ്. ദൈവം അവിടുത്തെ പ്രാർത്ഥന കേട്ടിട്ട് എബേസിന്റെ അതിര് വിശാലമാണ്. ദിനവൃത്താന്ത പുസ്തകം 1-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നാം കാണുന്നത്, ആ പട്ടണത്തിൽ ശാസ്ത്രിമാർ പാർത്തിരുന്ന, എന്റെ മൊബൈലുകൾ, ശാസ്ത്രിമാർ പാർത്തിരുന്ന ഈ കഫടകൾ പട്ടണമായിട്ട് നാം കാണുന്നുണ്ട്. അത്രമാത്രം ഉന്നതമായ
ഒരു പട്ടണമായിട്ട് എബേസ് മാറി. എന്തുകൊണ്ടാ? ആ എബേസിന്റെ ഒരു പ്രാർത്ഥനയാണ്, അങ്ങനെ അനുഗ്രഹിക്കുകയും എന്റെ അതിരുകളെ വിശാലമാക്കുകയും ചെയ്യണം. അപ്പൊ സമുദ്ര വിചാരങ്ങൾ നമ്മളെ ചിന്തിപ്പിക്കുന്നത്, ഒന്ന്, ദൈവം അതിരിട്ട് കാക്കുന്ന ദൈവമാണ്. കോവിഡൊക്കെ വന്ന പോവുകയാണ്, ലക്ഷക്കണക്കിന് പ്രിയപ്പെട്ടവർ മരണപ്പെടുന്നു. മരണപ്പെട്ടവരെക്കാട്ടി നമ്മൾ നീതിമാന്മാരായതുകൊണ്ടല്ല, കൂട്ടുകാരിപരമായിട്ടൊക്കെ ദൈവം നടത്തുന്ന ഒറ്റ കാര്യം കൊണ്ട് ദൈവം അതിരിട്ട് നടത്തുക. അതിരിട്ട് കാക്കുക മാത്രമാണ് ദൈവം ചെയ്യുക, അല്ല അതിരുകളെ വിശാലമാക്കുന്നത് ദൈവം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതിരുകളെ ദൈവം വിശാലമാക്കും. പിന്നെ നാം മുമ്പോട്ട് പോകും കാണും, നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകേണ്ട റെസ്പോൺസ് ഉണ്ട്. നാം ഒരിക്കലും ദൈവത്തിന് അതിര് വെക്കരുത്, ദൈവിക വിഷയങ്ങൾക്ക് അതിര് വെക്കരുത്. ഇത്രത്തോളം അതിരില്ലാതെ അതിരിട്ട് നമ്മളെ കാത്ത ദൈവത്തിന് ഒരിക്കലും നമ്മൾ അതിര് വെക്കരുത്. ദൈവത്തെ ആരാധിക്കുവാൻ, ദൈവവചനം ധ്യാനിക്കുവാൻ, ദൈവത്തിന് വേണ്ടി പോകുവാൻ, ചെലവിടുവാൻ, ചെലവായി പോകുവാൻ ഒന്നും നമ്മളായിട്ട് അതിര് വെക്കരുത്. കാരണം അതിലില്ലാതെ നമ്മെ സ്നേഹിച്ച സ്നേഹമുണ്ട്. എത്ര പേർക്ക് അത് വിശ്വാസമുണ്ട്, അല്ലെങ്കിൽ ആ ഒരു ബോധ്യമുണ്ട്? അതിരിട്ട് കാക്ക ദൈവമുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ പാടുക, പലമിടം ആയിരങ്ങൾ വലിയവർ വീണാലും വലയമായി നിന്നെ വല്ലഭം കാക്കും. പലമിടം ആയിരങ്ങൾ വലിയവർ വീണാലും വലയമായി നിന്നെ വല്ലഭൻ കാത്തിടുമേ. പലമിടം ആയിരങ്ങൾ വലിയവർ വീണാലും വലയമായി നിന്ന് നമ്മളെ കാക്കുന്ന ഒരു ദൈവമുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് സന്തോഷത്തോടെ പറയാൻ കഴിയണം, ദൈവം നമ്മളെ അതിരിട്ട് കാക്കുന്ന ദൈവമാണ്. അതിരിട്ട് കാക്കുകയും അതിരുകളെ വിശാലമാക്കുകയും ചെയ്യുന്ന ദൈവം. അതുകൊണ്ട് നാം ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കണം, അതിരില്ലാതെ ദൈവത്തെ സ്നേഹിക്കുവാൻ. എന്നിട്ട് ദൈവം പ്രപഞ്ചത്തിലെല്ലാം സൃഷ്ടിക്കുക. എല്ലാം സൃഷ്ടിച്ചിട്ടാണ് ദൈവം മനുഷ്യനെ തന്റെ സ്വരൂപത്തിൽ സൃഷ്ടിക്കുക. 1-ാം അധ്യായത്തിന്റെ 26-ാമത്തെ വാക്യം. എന്നിട്ട് ദൈവം തന്റെ സ്വന്തം സ്വരൂപത്തില് മനുഷ്യനെ സൃഷ്ടിക്കുക. എന്താണ് നാം അവിടെ മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത്? മനുഷ്യന് വേണ്ടതെല്ലാം സൃഷ്ടിച്ചിട്ടാണ് ദൈവം പ്രപഞ്ചത്തിൽ മനുഷ്യനെ സൃഷ്ടിക്കുക. അർത്ഥാൽ നമുക്ക് വേണ്ടതെല്ലാം ദൈവം കരുതി വെച്ചിട്ടുണ്ട്. നമ്മുടെ സമയമാകുമ്പോഴേ അത് വെളിപ്പെട്ട് വരത്തേന്നു. പക്ഷെ അതിനു മുമ്പ് എല്ലാം കരുതി വെക്കുന്ന ഒരു ദൈവസ്നേഹം. ഹല്ലേലൂയ. എല്ലാം കരുതി വെച്ചിട്ടുള്ള ദൈവം, സകലതും അവിടുന്ന് നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുകയാണ്. എത്ര പേർക്ക് ഇന്ന് രാത്രി ആ ബോധ്യമുണ്ട്? ദൈവം എല്ലാം ഒരുക്കി വെച്ചിട്ടുണ്ട്. ഒരു പക്ഷെ നമ്മളത് പെട്ടെന്ന് കണ്ടെത്തിയെന്ന് വരത്തില്ല, കുറച്ചാൾ കഴിഞ്ഞൊക്കെ ആയിരിക്കാം നമ്മളത് അറിയുന്നത്. പക്ഷെ നമ്മുടെ വീടിന് വേണ്ട, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ട എല്ലാം കർത്താവ് കരുതി വെച്ചിട്ടുണ്ട്. അത് വെളിപ്പെട്ട് വരുന്നത് ഒരു പക്ഷെ കുറച്ചുകൂടെ കഴിഞ്ഞിട്ടായിരിക്കും, പക്ഷെ കരുതി വെച്ചിട്ടുള്ള ഒരു ദൈവമാണ്. ഇന്ന് രാത്രി എന്നെ ശ്രദ്ധിക്കുന്ന ബഹുമാനപ്പെട്ട പ്രിയപ്പെട്ടവർ, അവിടുത്തെ കരുതലുകൾ എത്ര ശ്രേഷ്ഠമാണ്, അവിടുത്തെ കരുതലുകൾ എത്ര വലുതാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, നമ്മുടെ തലമുറയ്ക്ക് വേണ്ടി കരുതി വെച്ചിരിക്കുന്ന ദൈവത്തിന്റെ സ്നേഹം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ ദൈവം തന്റെ സ്വന്തം സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചെന്ന് കാണുകയാണ്. എന്താണ് ദൈവത്തിന്റെ സ്വരൂപം എന്ന് പറയുക? ദൈവത്തിന്റെ സ്വരൂപം എന്ന് പറയുന്നത് ത്രിയേക ദൈവത്തിന്റെ സ്വരൂപമാണ്. ദൈവം ത്രിയേക ദൈവം, പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവാകുന്ന ദൈവം. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവാകുന്ന ദൈവം. അപ്പം പിതാവും പുത്രനും പരിശുദ്ധാത്മാവാകുന്ന ദൈവം തന്റെ സ്വന്തം സ്വരൂപത്തിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചു എന്ന് നാം കാണുകയാണ്. അപ്പൊ ദൈവം സ്നേഹമാണ്, സ്നേഹം ബന്ധമാണ്, ബന്ധം തൃത്വമാണ്. അപ്പൊ ത്രിയേക ദൈവം തന്റെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ ദൈവത്തിന്റെ സ്വരൂപത്തിലാണ് സൃഷ്ടിച്ചത്. അപ്പൊ ദൈവ സ്നേഹമാണ്, സ്നേഹമാണ് ബന്ധം. അപ്പൊ അതുകൊണ്ട് തന്നെ കുറച്ചുകൂടെ നമുക്ക് ആ ബന്ധങ്ങളെ ധ്യാനിക്കാനായിട്ട്, ദൈവ സ്നേഹമാണ്. അപ്പൊ മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത് ആ ഒരു കപ്പാസിറ്റിയിലാണ്. എന്താണ് ആ കപ്പാസിറ്റി? സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടുവാനുള്ള ഒരു കപ്പാസിറ്റി. അത് മനുഷ്യന് മാത്രമുള്ള ഒരു കപ്പാസിറ്റിയാണ്. മൃഗങ്ങൾക്ക് ഇല്ലാതെ പോയ, എന്നാൽ മനുഷ്യർക്കുള്ള വലിയൊരു കപ്പാസിറ്റി, സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടുവാനുമുള്ള ഒരു കപ്പാസിറ്റി. അവിടെ നമ്മൾ എന്താ ധ്യാനിക്കേണ്ടത്? നമ്മൾ മനസ്സിലാക്കേണ്ട വലിയൊരു കാര്യം, ആ കാര്യം ഇതാണ്: ബന്ധങ്ങൾക്ക് വേണ്ടിയാണ് മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്, ബന്ധങ്ങൾക്ക് വേണ്ടി. അതുകൊണ്ട് തന്നെ എല്ലാ ബന്ധങ്ങളെയും, ഒത്തിരി സുഹൃത്തുക്കളെയും കുറച്ചുകൂടെ ധ്യാനത്തോടെയും ആദരവോടെയും കാണുവാനായിട്ട് നമുക്ക് കഴിയേണ്ടതായിട്ടുണ്ട്. ഭാര്യ ഭർതൃ ബന്ധം,
അത് സ്നേഹനിബദ്ധമാണ്. ഭാര്യാഭർത്തൃ സ്നേഹത്തിന്റെ ആ സ്നേഹം അവരുടെ ഉദരത്തിൽ നിറയും. ഭർത്താവിന് ഭാര്യയുള്ള സ്നേഹം, ഭാര്യയ്ക്കും ഭർത്താവുള്ള സ്നേഹം ഉദരത്തിൽ നിറയുമ്പോഴാണ് കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുക്കുക. അത് സ്നേഹത്തിന്റെ ദൈവിക ദാനമാണ്. സ്നേഹം നിറയുമ്പോൾ അത് ജീവനായി പരിണമിക്കുക. അങ്ങനെ അടുത്ത സൃഷ്ടി നടക്കുകയാണ്. അപ്പോൾ സ്നേഹം, ഭാര്യാഭർത്തൃ ബന്ധം അത് ആദരവോടെ കാണേണ്ട ഒന്നാണ്. മാതാപിതാക്കളും സഹോദരങ്ങളും കുഞ്ഞുങ്ങളും തമ്മിലുള്ള ബന്ധം ആദരവോടെ കാണേണ്ട ഒന്നാണ്. കൂടപ്പുറപ്പോട് തമ്മിലുള്ള ബന്ധം അതിലൊക്കെ വലുതാണ്. അതുപോലെ തന്നെ വലുതാണ് കൂട്ടായ്മക്കാരുടെ ബന്ധം, ഒപ്പം സഹോദര ബന്ധം. ഈ ബന്ധങ്ങളെല്ലാം തന്നെ നമ്മൾ ആദരവോടെ കാണണം. എന്തുകൊണ്ടെന്ന് ചോദിച്ചാല് ദൈവം ബന്ധമാണ്, തൃത്വം ബന്ധമാണ്. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് മൂന്നും ബന്ധിക്കപ്പെട്ടിരിക്കുന്നത് സ്നേഹത്തിന്റെ ഐക്യതയാണ്. തൃത്വമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് എന്തെല്ലാം വിവാദങ്ങൾ, എന്തെല്ലാം കൺഫ്യൂഷൻസ്. പക്ഷെ ഇന്നും 2000 വർഷമായി ത്രിയേക ദൈവവിശ്വാസം അചഞ്ചലമായി നിലകൊള്ളുന്നത് എന്തുകൊണ്ടാണ്? കാലത്തിന്റെ എല്ലാ യുഗങ്ങളിലും തൃത്വമായിട്ട് ബന്ധപ്പെട്ട് ഒത്തിരി വിവാദങ്ങളും സംവാദങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇന്നും തൃത്വം ക്രൈസ്തവ വിശ്വാസത്തിന്റെ അടിത്തറയായി നിലകൊള്ളാൻ കാര്യം എന്താ? അതൊരു ഡിവൈൻ മിസ്റ്ററിയാണ്. മനുഷ്യബുദ്ധിക്ക് അതീതമായിട്ടുള്ള, മനുഷ്യന് നിർവചിക്കാൻ കഴിയാത്ത ഒരു ഡിവൈൻ ഗ്രേറ്റ് മിസ്റ്ററി. ദാറ്റ് മിസ്റ്ററി, ഇറ്റ് ഇസ് എ മിസ്റ്ററി. അതുകൊണ്ട് തന്നെ ഓർക്കുക, ദൈവം സ്നേഹമാണ്, സ്നേഹം ബന്ധമാണ്. ആ ബന്ധത്തിന്റെയും സ്നേഹത്തിന്റെയും സ്വരൂപത്തിൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ. അതുകൊണ്ട് തന്നെ നമ്മുടെ ബന്ധങ്ങളെ ഒത്തിരി ആദരവോടെ ധ്യാനിക്കണം. അപ്പനും മക്കളും തമ്മിലുള്ള ബന്ധം, പേരൻസും സഹോദരമായിട്ടുള്ള ബന്ധം, ഈ ബന്ധങ്ങളെല്ലാം ധ്യാനിക്കണം. കൂടപ്പുറപ്പുകളുടെ ബന്ധം. കാരണം മനുഷ്യൻ ബന്ധമാണ്. അവന്റെ സ്വരൂപത്തിലാണ് മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് രാത്രി എന്നെ ശ്രദ്ധിക്കുന്ന ബഹുമാനപ്പെട്ട പ്രിയപ്പെട്ടവരെ, നമ്മുടെ ബന്ധങ്ങൾക്ക് കുറച്ചുകൂടെ ഒരു ദൃഢതയും അടുപ്പമൊക്കെ ഉണ്ടാകുവാൻ ഈ ധ്യാന വിചാരങ്ങൾ നമുക്കിടയാകണം. അവിടുത്തെ സ്വരൂപത്തിൽ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു. ഞാൻ എപ്പോഴും പറയുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ. നമുക്ക് പേരൻസ് ഒക്കെ ഉള്ള ബന്ധങ്ങൾ, അവരൊക്കെ ഒരു പക്ഷേ എന്നോട് എത്രയോ വിദേശമല്ല, നിങ്ങളൊക്കെ വിദേശ മലയാളികളാണ് ഒരുപക്ഷെ. അപ്പോൾ വിദേശത്ത് നിന്ന് നാട്ടിലൊക്കെ വരുമ്പോൾ പ്രായമുള്ള പേരൻസ് ഒക്കെ ചിലരൊക്കെ ഈ സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി പറയാതെ വരും. സർപ്രൈസിന് വേണ്ടി മാത്രമല്ല പറയാതെ വരിക, മറ്റൊരു കാര്യം കൂടെ ഒക്കെ ചെയ്യാറുണ്ട്. നമ്മൾ വരുന്നുണ്ടെന്നൊക്കെ അറിഞ്ഞാൽ എല്ലാവരോടും പറയും വരുന്നുണ്ടെന്ന്. പിന്നെ വയ്യായെങ്കിലും, ഇപ്പോഴൊക്കെയാണ് ഫ്ലൈറ്റിന്റെ ഒക്കെ പ്രശ്നം, വയ്യായെങ്കിലും വലിച്ചു കെട്ടി രാവിലെ എയർപോർട്ടിൽ വന്ന് നിൽക്കും. അത് 4 മണിക്ക് വരുമെങ്കിൽ നമ്മൾ ഇറങ്ങി വരുമ്പോഴത്തേന് 6 മണിയാവും. നമ്മൾ പതുക്കെ ഇറങ്ങി വാഷ്റൂമിലൊക്കെ പോയി എല്ലാം വൃത്തിയായി പിന്നെ വന്ന് പെട്ടിയൊക്കെ എടുത്ത് വേണമെങ്കിൽ ഇച്ചിരി സാധനമൊക്കെ മേടിച്ച് ഇറങ്ങി വരുമ്പോൾ 5:30 പക്ഷെ 3 മണി തൊട്ട് അവിടെ ഒരാൾ കാണും. അപ്പനും അമ്മയെന്നൊക്കെ പാവെടുപ്പാൻ കാലത്ത്. അപ്പൊ മഴക്കൊക്കെ പറയും, എന്തിനാണ് രാവിലെ വന്ന് ആ ഡ്രൈവറെ പറഞ്ഞ് വിട്ടാൽ പോരാ എന്നൊക്കെ പറയുമ്പോൾ പോലും ഇതിന് മറ്റൊരു തലമുണ്ട്. ഇവരൊക്കെ മരിച്ചു പോയി കഴിയുമ്പോൾ വരുമ്പോഴാണ് മനസ്സിലാക്കുക, അവിടെ തൊട്ട് നോക്കി വെക്കുമ്പോൾ ഈ വെളുപ്പിനെ വന്ന് കാത്തു നിൽക്കാൻ ആരും കാണത്തില്ല. പിന്നെ ഊബറൊക്കെ വിളിച്ച് പോരുമ്പോൾ അന്നേരമാണ് കാത്തു നിൽക്കാൻ ആരും ഇല്ല എന്നുള്ള ഒരു പ്രയാസം മതി. പിന്നെ വീട്ടിൽ വന്ന് കയറുന്നതിന് മുമ്പ് തന്നെ കുളിക്കാൻ സോപ്പും എണ്ണയും എല്ലാം വെച്ച് കാപ്പിയും ചായയും കപ്പയും ഒക്കെ വേവിച്ച് അമ്മച്ചി കാണും. അമ്മച്ചി പോയപ്പോഴാണ് ഓർക്കുക, വീട്ടിൽ ചെല്ലുമ്പോൾ ആരും കാത്തിരിക്കാൻ കഴിയില്ല. ഇടയ്ക്ക് വണ്ടി ചവിട്ടി നിർത്തി ഹോട്ടലിൽ നിന്ന് 2 പൊറോട്ടയും 1 മുട്ടയും പൊതിഞ്ഞ് മേടിക്കുമ്പോൾ കാത്തിരിക്കാൻ ആരും ഇല്ലെന്നുള്ള ഒരു ബുദ്ധിമുട്ടൊക്കെ അറിയിക്കുക. അപ്പൊ അതുകൊണ്ടാണ് ഈ ബന്ധങ്ങളെ നമ്മൾ ഒത്തിരി ധ്യാനിക്കേണ്ടതായിട്ട്. ലളിതാസിന്റെ ഒരേ ഒരു സഹോദരി മരിച്ചുപോയി. അപ്പൊ മരണത്തിനൊക്കെ മുമ്പ് 2007 തൊട്ട് ധാരാളം യാത്രകൾ ലീവൻ ചെയ്തിട്ടുണ്ട്. അതിൽ പല യാത്രകള് UK വന്നപ്പോൾ ആ ബന്ധങ്ങളൊക്കെ ഞാൻ സയൻസാനൊക്കെ ഉള്ള ബന്ധം മുഖാന്തരം ഞാൻ പലവട്ടം UK വന്നു, അയർലൻഡിൽ വന്നപ്പോഴെല്ലാം അവിടെ ആദ്യമായിട്ടേ വരും. അങ്ങനെയാണ് ഞാൻ ഷൈൻ ഭാഷയൊക്കെ പരിചയപ്പെടുന്നത്. അതെന്റെ ഒരു ജീവിതത്തിന് നല്ല അനുഭവമായിരുന്നു. എനിക്ക് കുടുംബമായിട്ടും അവിടെ വരാൻ ഒത്തു എന്നുള്ളത് ഞാൻ സന്തോഷത്തോടെ. അപ്പോൾ അത് എനിക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. ആ ഫോളിന്റെയൊക്കെ ആ ഒരു നല്ല ഒരു സമയത്തൊക്കെയാണ് ഈ ഇലകളൊക്കെ ഇങ്ങനെ നല്ല കുത്തുളഞ്ഞ് നിൽക്കുന്ന ഒരു സമയം. അതൊക്കെ ഒരു നല്ല ഒരു അനുഭവങ്ങളായിരുന്നു. അപ്പൊ എനിവേ ഞാൻ പറഞ്ഞു വന്നതിന്റെ താല്പര്യം, അന്നേരം ഞാൻ രാജാന്റെ വീട്ടിലൊക്കെ പോകുന്ന അവർക്കും ദൈവം അനുഗ്രഹിക്കട്ടെ, എല്ലാവരെയും കാണാൻ വീണ്ടും ഒരു അവസരം കൂടെ. അപ്പം എവിടെ പോയാലും ഒരു ചിട്ടയുണ്ടായിരുന്നു. പോകുന്നതിന് മുമ്പ് പെങ്ങളെ പോയി കണ്ടിട്ടേ പോകത്തുള്ളൂ. തിരിച്ചു വരുമ്പോൾ അവിടെ കയറിയിട്ടേ വരത്തുള്ളൂ. ഒരു വട്ടം
മരിച്ചു കഴിഞ്ഞ് പോകുമ്പോൾ അപ്പം പോരുന്നതിന് മുമ്പ് വിളിച്ചു ചോദിക്കുക എന്തോ വേണ്ടത്. അവിടെ ഒരു ലിസ്റ്റ് കാണും. വലിയ ലിസ്റ്റ് ഒന്നും അല്ല. ഇച്ചിരി ടാങ്ക് വേണം, പിന്നെ ഇച്ചിരി ലോഷൻ വേണം, ആക്സ് ഓയിൽ വേണം, അമൃതാഞ്ജൻ വേണം. ഇത് ചിലപ്പോൾ ഈ എയർപോർട്ടിൽ കിട്ടും. അപ്പൊ അതെല്ലാം മേടിച്ചുകൊണ്ടൊക്കെ പോകും. അങ്ങനെ കൊച്ചു 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 ചെറിയൊരു കാര്യങ്ങളൊക്കെ അത്രയൊക്കെ ഉള്ളൂ. പക്ഷേ മരിച്ചു കഴിഞ്ഞപ്പോഴാണ് നമ്മൾ ഓർക്കുക നമുക്ക് ഇനി എന്തോ വേണമെന്ന് ചോദിക്കുക. അങ്ങനെ ഒരാൾക്ക് വേണ്ടി ഒന്നും കരുതിക്കുട്ടി മേടിക്കുക, അതൊരു ചെറിയ കാര്യമായി. അപ്പൊ എവിടെ പോയാലും തിരുവല്ലാഴ്ച പോകുന്ന വഴിക്ക് എത്ര താമസിച്ചാലും ഓടി ചെല്ലുമ്പോ അവിടെ ചെന്നാണ് ഞാൻ കുളിച്ചിട്ട് തിരുവല്ല ഭാഗത്തൊക്കെ എവിടെ പോയാലും യോഗത്തിനൊക്കെ പോകുമ്പോൾ അവിടെ ചെല്ലുന്നു, കുളിക്കുന്നു, ഡ്രസ്സ് മാറുന്നു, കാപ്പ് കുടിക്കുന്നു, അവിടുന്ന്. പിന്നെ മരിച്ചു കഴിഞ്ഞപ്പോഴാണ് അളിയന് അങ്ങ് ജോലി സ്ഥലത്ത് പോയി പെമ്പിളരെ കെട്ടിച്ചു വിട്ടു, വീട് പൂട്ടിയിട്ടിരിക്കുക. ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്ത ചില സമയങ്ങളിൽ 2 വട്ടം എനിക്ക് അബദ്ധം പറ്റി. ഫോൺ കോൾ ചെയ്തുകൊണ്ട് അറിയാതെ തന്നെ വണ്ടി തിരിഞ്ഞ് വളവ് തിരിഞ്ഞ് നേരെ ഗേറ്റിനടുക്ക ചെന്ന് ഫോൺ അടിച്ചപ്പോഴാണ് ഓർക്കുക ആ വീട് പൂട്ടിയിട്ടിരിക്കുക. നമ്മളിങ്ങനെ അൺനോയിങ്ങിലി വണ്ടി ഓടിച്ചോടെ ചെല്ലുക. അതൊക്കെ വല്ലാത്തൊരു ദുഃഖമായിരുന്നു. അപ്പോഴാണ് ഓർക്ക് അവധി കിട്ടാ എങ്ങോട്ടാ പോവുക. പിള്ളേർ പറയും വലിയമ്മയെ കാണാൻ പോകണം. പിന്നെ അവധി കിട്ടപ്പം മനസ്സിലായി പോകാൻ ഒരു വീടില്ല. മറ്റേത് അവധി കിട്ടാൽ ഉടനെ വലിയമ്മയെ കാണാൻ ഒരു പോക്കുണ്ട്. പിള്ളേരെ കൊണ്ട് വലിയമ്മി ആര്യാസി കൊണ്ടുപോകും, അല്ലെങ്കിൽ തിരുവല്ലായി കൊണ്ടുപോയി KFC മേടിച്ചു കൊടുക്കും, അല്ലെങ്കിൽ അവരെ കൊണ്ട് പോയിട്ട് എവിടെങ്കിലുമൊക്കെ അവിടെ കൊണ്ടുപോകും. അത് അവിടെ ഒരു സന്തോഷമായി. മരണപ്പെട്ടു പോയപ്പോഴാണ് മനസ്സിലാക്കുക നമുക്കൊത്തിരി വിശ്വാസ വീടുകളൊക്കെ ഉണ്ടെങ്കിലും നമ്മുടെ വീടെന്ന് പറഞ്ഞു പോകാൻ ഒരു വീടില്ലാതെ വരിക, ആ വീടൊന്ന് കൂട്ടിയിട്ടിരിക്കുക. അപ്പൊ ഞാൻ പറഞ്ഞു വന്നതിന് താല്പര്യം അതുകൊണ്ടാണ് ബന്ധങ്ങളെ ദൈവം സ്വരൂപമാണ്, സ്നേഹത്തിന്റെ സ്വരൂപം. അതുകൊണ്ട് എല്ലാ ബന്ധങ്ങളെയും ഏറെ ആദരവോടെ കാണുവാനായിട്ട് ദൈവം നമ്മോട് ആവശ്യപ്പെടുകയാണ്. ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, കുറച്ചുകൂടെ ധ്യാനത്തോടെ നമ്മുടെ എല്ലാ ബന്ധങ്ങളെയും, അതിലൊക്കെ നല്ല ബന്ധങ്ങളൊക്കെ ഉണ്ട്. ഇവൻ സുഹൃത്ത് ബന്ധങ്ങൾ പോലും നല്ല ബന്ധങ്ങളുള്ള ഒത്തിരി കൂട്ടായ്മ. എന്നാൽ ബന്ധങ്ങളൊക്കെ സ്വാർത്ഥതയൊക്കെ ലോകത്തിട്ട് പോയി എല്ലാവരും ഒരു അവനവന്റെ കാര്യം മാത്രമുള്ള ഒരു നിലവിലേക്കൊക്കെ കാര്യങ്ങൾ മാറുമ്പോൾ അവനവന്റെ കാര്യം മാത്രമല്ലാത്ത ഒരു ബന്ധത്തിലേക്ക് ദൈവം നമ്മളെ ക്ഷണിക്കുന്നു. അവനവന്റെ കാര്യം മാത്രം നോക്കിയാൽ മതിയെന്ന്, അവനവന്റെ കാര്യം മാത്രം നോക്കി ജീവിച്ചാൽ മതിയോ? അപ്പൊ അതിനപ്പുറത്തുള്ള ബന്ധം ഞാനിപ്പോഴും ഇന്നും ഈ സാധാരണക്കാരുടെ ഒക്കെ ബന്ധങ്ങൾ, എന്റെ അപ്പ എന്നോട് പറയുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു. അവര് വിശ്വാസത്തിലേക്കൊക്കെ വരുന്ന സമയത്ത് ഒരു എക്യൂമെനിക്കൽ ഫെലോഷിപ്പ് ഉണ്ടായിരുന്നു. ദൈവത്തെയൊക്കെ വളരെ ഹൃദ്യമായിട്ട് സ്നേഹിക്കുന്ന കുറെ സഹോദരങ്ങളുടെ കൂട്ടായ്മ. അതിലൊരു കൊച്ചമ്മയും മോളും. അപ്പൊ അന്ന് കുറച്ച് തോട്ടത്തിന് അഡ്വാൻസ് കൊടുത്തു. തോട്ടത്തിന് അഡ്വാൻസ് കൊടുത്തപ്പോൾ ഞങ്ങളുടെ ഒരു അടുത്ത ബന്ധുവിന്റെ വീട്ടിൽ നിന്ന് ആഭരണം പണയം വെക്കാൻ തരുമെന്നും ഉള്ള ഒരു ഉറപ്പിലാണ് ഈ അഡ്വാൻസ് എല്ലാം കൊടുത്തത്. അപ്പൊ ആധാരം എഴുതേണ്ട സമയമായി. എഴുതേണ്ട സമയം അന്ന് അവിടെ ചെന്നപ്പം അവര് വാക്കുമാറി. പ്രശ്നം പറ്റുന്ന എന്നാ ചോദിച്ചാല് നമ്മൾ കൊടുത്ത മുഴുവൻ പൈസയും പോകും. എനിക്കത് ഓർമ്മയില്ല സംഭവം, ഞാൻ പറഞ്ഞു കേട്ടുള്ള കാര്യം. മുഴുവൻ പൈസയും നഷ്ടപ്പെട്ടു. മുഴുവൻ പൈസ നഷ്ടപ്പെട്ടു പോകുന്ന സാഹചര്യം. വളരെ അത് കിട്ടത്തില്ല, ഇനിയും വേറൊരു വഴിയില്ല, കൊടുത്ത പൈസ പോയെന്നുള്ള സങ്കടത്തിൽ സ്റ്റാൻഡിലൂടെ ഇങ്ങനെ നിൽക്കുമ്പോൾ ഈ കൊച്ചമ്മയും മോളും കൂടെ അവിടെ വരികയാണ്. എന്നാ കുഞ്ഞുമോനെ വല്ലായിരിക്കുന്ന മുഖം? ഒന്നുമില്ല കൊച്ചമ്മ, അല്ല നിന്റെ മുഖം വല്ലായിരിക്കുന്നു. ചോദിച്ചപ്പം പറഞ്ഞു ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട്. ആ നട റോഡില് സ്റ്റാൻഡിൽ നിന്നുകൊണ്ട് ആ അമ്മയും മകളും കഴുത്തിലും കയ്യിലും കാതിലും എല്ലാം കിടന്നത് ഒരു മൊത്തമ്മക്കാരെ എന്നാൽ രക്ഷാനുഭവമുള്ള ദൈവസ്നേഹമുള്ള കുടുംബമാണ്. അഴിച്ച് അപ്പയുടെ കൈ കൊടുത്തിട്ട് കുഞ്ഞുമോനെ കൊണ്ടുപോയി പണയം വെച്ച് കാര്യങ്ങൾ നടത്തുന്നു പറയുമ്പോൾ ഇന്നും ഇങ്ങനെ സ്നേഹത്തിന്റെ ഒത്തിരി മുഖങ്ങൾ നമുക്ക് കാണാൻ കഴിയും. സുഹൃത്ത് ബന്ധങ്ങളിൽ പോലും എല്ലാവരും ഒന്നും സാധ്യതയുടെ ലോകം തന്നെ. നടറോടി നിന്നുകൊണ്ട് കഴുത്തിലും കാതിലും കിടന്ന മുഴുവൻ ആഭരണം അഴിച്ച് ഭർത്താവിനോടോ സഹോദരനോടോ ചോദിക്കാതെ കൂട്ടായ്മയിൽ നിൽക്കുന്ന ഒരു പ്രിയപ്പെട്ടവന് ഊരിക്കൊടുത്തിട്ട് പോയി പണയം വെക്കുന്നു പറയും. അതൊരു ചെറിയ കാര്യമാണ്. പെങ്ങൾ മരിച്ച രാത്രി ഞാൻ അങ്ങ് ബോംബെയിലായിരുന്നു. ഞാൻ തിരിച്ചു വന്ന് ബോംബെയിൽ നിന്ന് വരികയാണ്. വരുമ്പോഴെല്ലാം എനിക്ക് കോള് വരുന്നുണ്ട്. എന്താണ് കോളുകള്?
എവിടായി. അപ്പം മരിച്ചു എന്ന് പറയാനൊരു ഭയം. അപ്പൊ എന്നോട് തമ്പിയപ്പച്ചൻ വിളിച്ചിട്ട് പറഞ്ഞു, കുഞ്ഞെ നീ മനസ്സുകൊണ്ട് പ്രിപ്പയർഡ് ആകണം. അപ്പൊ എനിക്ക് മനസ്സിലായി സംഭവം പോയിട്ടുണ്ട്. ഞാൻ ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരു ഡിഗ്രിക്ക് പഠിക്കുന്ന ഒരു പാവം പഠിച്ച ഒരു കൊച്ചുണ്ട്, അവൻ എഞ്ചിനീയറിംഗ് ചെയ്യും. വളരെ സാധുവായാണ്. അവന്റെ അമ്മ വീട്ടുവേലയ്ക്കൊക്കെ പോകുന്ന ഒരു സ്ഥാപനത്തിൽ ഇങ്ങനെ ജോലി ചെയ്യുന്ന ഒരു അമ്മയുടെ മകനാണ്. അങ്ങനത്തെ ഒരു എഴുതപ്പെട്ട പശ്ചാത്തലം. അച്ഛന് ഒരു ലേബറായിട്ട് ഗൾഫ് ജോലി ചെയ്യുക. പാവങ്ങളാണ്. ഞാൻ അവനെ വിളിച്ചു ചോദിച്ചില്ല, നീ എവിടെയാണ്, നീ തിരുവല്ലയിൽ പോയിട്ടുണ്ടോ? അപ്പൊ അവൻ പറഞ്ഞ എല്ലാവരും പോയിട്ടുണ്ട്, ഞാൻ തിരുവല്ലയ്ക്ക് പോയിട്ട് ഞാൻ കുറച്ച് കഴിഞ്ഞേ വരത്തുള്ളൂ. ഞാൻ വെച്ചാൽ അതെന്നാ കാര്യം, നീ പോകാൻ എന്നാ അച്ഛാ? എല്ലാവരും പോകുന്നൊക്കെ പറയുമ്പം എനിക്ക് അച്ഛൻ ബോംബെന്ന് വരുന്നില്ലേ ഉള്ളൂ, ബില്ലൊക്കെ അടയ്ക്കണ്ടേ. ഞാൻ പോയിട്ട് എൻ്റെ ഒരു നായർ ടീച്ചറുണ്ട്, ടീച്ചറുടെ വീട്ടിൽ ചെന്ന് ടീച്ചറുടെ കയ്യിൽ നിന്ന് മാലയെല്ലാം മേടിച്ചിട്ട് ഞാനൊരു പ്രൈവറ്റ് ഫിനാൻസിൽ കൊണ്ടിട്ട് പണയം വെച്ച് പൈസ എടുത്തുകൊണ്ടാണ് വരിക. അപ്പം നായരിച്ചൈ ആഭരണം ഊരി ഒരു സുഹൃത്ത് ഒരു പയ്യന്റെ കൊടുത്തേക്കാണ് ടീച്ചർ സ്റ്റുഡന്റ് എന്ന് ചോദിച്ചു. എന്തിനാണ്? സ്റ്റുഡന്റിന്റെ ക്ലാസ്സുടെ പെങ്ങളുടെ മരണ ആവശ്യത്തിന് വേണ്ടി. അവർക്കെന്നെ അറിയില്ല, ഇവനെ കൂടെ പറഞ്ഞുള്ള അറിവും. എങ്കിലും ഈ കൊച്ചന്റെ ചോദിച്ചപ്പം മാലയെല്ലാം കൂടെ കൊടുത്ത് അതുകൊണ്ട് ഒരു പ്രൈവറ്റ് ഫിനാൻസിൽ പണയം വെച്ചിട്ട് അവനെ പ്ലസ് ടുവിന് പഠിപ്പിച്ച ടീച്ചറാണ്. അപ്പൊ എനിക്കൊരു ഇന്ന് ഈ നന്മ പറ്റാത്ത ഒത്തിരി മനുഷ്യരുണ്ട്. നമ്മളൊക്കെയാണ് ഈ ഹാർഡ് കോർ, എല്ലാരെയും പേടിച്ചും ഭയന്നും ജീവിക്കുന്നു. പക്ഷേ ഒത്തിരി നല്ല നല്ല ബന്ധങ്ങൾ ഇന്നുമുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ ബന്ധങ്ങളെയും കുറച്ചുകൂടെ സ്നേഹത്തോടെയും ആദരവോടെയും ഒക്കെ കാണുക. ഞാൻ എപ്പോഴും പറയും, പേരൻസിനെയൊക്കെ ആണെങ്കിലും കുറച്ചുകൂടെ ആദരവോടെ കാണുന്നു. ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരിക്കുക, എല്ലായിടത്തും ഉണ്ട് പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒക്കെ, അതൊക്കെ ഇല്ലാത്തവരാരുമില്ല. എന്നാലും എൻ്റെ അമ്മ നല്ലൊരു അമ്മയാണ് എന്ന് പറഞ്ഞാൽ വിശ്വാസ ജീവിതത്തില് ഒത്തിരി പേർക്ക് എൻ്റെ അമ്മ നല്ലതായിരുന്നു. ഒരു കർത്തദാസി എന്ന നിലയിൽ എൻ്റെ അമ്മയ്ക്ക് എത്ര മാർക്ക് ഇടാമെന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും, അമ്മയ്ക്ക് 100 മാർക്ക് പോലെ 101 മാർക്ക് കൊടുക്കണം കർത്തദാസി എന്ന നിലയിൽ. എന്നാൽ അമ്മായിമ്മ എന്ന നിലയിൽ എൻ്റെ അമ്മയ്ക്ക് എത്ര മാർക്ക് ഇടാമെന്ന് ചോദിച്ചാൽ ഞാൻ പറയും -5 കൊടുക്കാം. അതിന്റെ ഒരു തലമാണ് അത്. എനിക്ക് തോന്നുന്നു മിക്കവാറും എല്ലാം സത്യവുമായിരിക്കും. ഇവിടെ ചിരിക്കുന്നവരൊക്കെ നാളെ അമ്മായിമ്മ ആകുമ്പോൾ അറിയാം. പിന്നെ UK യിലൊക്കെ ആയതുകൊണ്ട് മര്യാദയ്ക്ക് ഇരിക്കുകയായിരിക്കും, പിള്ളേരൊന്നും കാണത്തില്ല. എന്നാലും റാഗി ചെയ്തവൻ ജൂനിയേഴ്സ് വരുമ്പോൾ റാഗി എന്ന് പറയുന്ന പോലെ കിട്ടിയിട്ടുള്ളവരെല്ലാം കൊടുത്തു തീർക്കുകയും ചെയ്യും. അത് മറ്റൊരു സത്യം. നമ്മളെല്ലാം എവിടെയാണെങ്കിലും ഇച്ചിരിയെങ്കിലും ഒക്കെ കിട്ടിയോ അതിന്റെ പരുവം വരുമ്പോ ഒക്കെ നിങ്ങളൊന്നും അധികം നാൾ കൂടെ നിൽക്കാത്തവരാണ്. കൂടെ നിൽക്കുമ്പോഴൊക്കെ അതിന്റെ സുഖമൊക്കെ അറിയത്തുള്ളൂ. അപ്പൊ എന്നാലും അവൾ ഇപ്പോഴും പറയും, അവൾക്ക് അസുഖം വന്നപ്പോ ലാസ്റ്റിലെ പ്രസവത്തിനൊക്കെ, 3ാമത്തെ പ്രസവത്തിന് അമ്മയുണ്ട്, 4ാമത്തിനില്ല. അവൾക്ക് പാൽപിറ്റേഷൻ വന്നു, ഹാർട്ട് റേറ്റ് മറ്റൊരു സ്ത്രീ വന്ന് ഈ വീട്ടിൽ നിൽക്കാനിടയാകില്ല. പ്രയാസമൊക്കെ ഉണ്ടെങ്കിലും ഇങ്ങനെയൊക്കെ അസുഖമൊക്കെ വന്നാല് ഭയങ്കര സങ്കടവും. അപ്പം ചത്തുപോകല്ലേ പ്രാർത്ഥിക്കും. അതാണ് ഇവരുടെയൊക്കെ ഒരു ഡ്യുവൽ നേച്ചറാണ്. ഒരു സമയത്ത് നമുക്ക് ഇച്ചിരി ബുദ്ധിമുട്ട് തോന്നിയാലും മറുസൈഡിൽ ഇങ്ങനെ പ്രശ്നം. ഞാൻ എന്തെങ്കിലും വഴക്കൊക്കെ പറയുകയോ പണങ്ങോ ചെയ്ത് അതിനകത്ത് ഇടപെടും. കൊച്ചിനെ വഴക്ക് പറയാൻ പാടില്ല എന്നാൽ അവരെന്ത് കാണിക്കുകയും ചെയ്യും, അത് വേറെ സത്യം. അപ്പം ഈ ഡ്യുവൽ നേച്ചറൊക്കെ ഉണ്ടെങ്കിൽ പോലും നമുക്കും അതിനകത്ത് ഒത്തിരി സന്തോഷം തോന്നാറുണ്ട്. ഞാൻ എപ്പം എവിടെ പോയി രാത്രി വന്നാലും 2 മണിക്കും 3 മണിക്കും ഒക്കെ വന്ന് കയറിയാലും ഒന്ന് ഓണടിക്കുന്നതിന് മുമ്പ് അമ്മ ഉണരുമായിരുന്നു. വണ്ടിയുടെ ശബ്ദം കേൾക്കും. അത് അമ്മയായതുകൊണ്ട്. പിന്നെ അപ്പയായി. അപ്പയുടെ കാലമാകുമ്പോൾ 3 വർഷം മുമ്പ് വരെ 1 മണി 2 മണി വരെ ആ വാതിക്കൽ ഇങ്ങനെ കാത്തിരിക്കുമായിരുന്നു. എൻ്റെ വണ്ടിയുടെ ശബ്ദം കേൾക്കുമ്പോൾ പതുക്കെ എഴുന്നേറ്റ് അങ്ങ് പോകും. ഇടയ്ക്ക് വിളിച്ച് ചോദിക്കുക എവിടെ ആയ. അതൊക്കെ ഇങ്ങനെ വിളിച്ചു ചോദിക്കുമ്പോൾ അപ്പയ്ക്ക് അങ്ങ് ഉറങ്ങത്തില്ല. എന്തിനാ ഉണർന്നിരിക്കുന്നൊക്കെ നമ്മൾ ചോദിച്ചാലും ഇപ്പോഴൊക്കെ ബുദ്ധിമുട്ട് തോന്നാറുണ്ട്. കാരണം 2 മണിക്കും 3 മണിക്കും ഒക്കെ വീട്ടിൽ വരുമ്പോൾ നീ എവിടായെന്ന് ചോദിക്കാൻ ഒരാളില്ലാതിരിക്കുമ്പോഴാണ് ചോദിക്കാൻ ഒരാളുള്ളതിൻ്റെ ഒരു വിലയൊക്കെ അറിയാം. അതുകൊണ്ട് തന്നെ ജീവിച്ചിരിക്കുമ്പോൾ എല്ലാ ബന്ധങ്ങളെയും ആദരവോടെ കാണും. കുറച്ചുകൂടെ സ്നേഹിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് ഓർത്തു. ആ ധന്യ നിമിഷങ്ങൾക്കായിട്ട് അതുകൊണ്ടാണ് ദൈവം മനുഷ്യനെ തന്റെ സ്വരൂപത്തിലാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. എന്റെ സഭയിൽ ഒരു കൃഷ്ണമച്ചി ഉണ്ടായിരുന്നു. കോവിഡിന് മുമ്പ് എല്ലാ ഞായറാഴ്ചയും എനിക്ക് ഭയങ്കര സന്തോഷമാണ്. എനിക്ക് ആരാധന നിന്നുപോയതിൽ ഒരു വലിയ ദുഃഖമുണ്ട്. ആ ആരാധന നിന്നുപോയതിന്റെ ദുഃഖം എന്ന് പറയുന്നത്, ഞാനിന്ന് പൗരുഷനെ ശുശ്രൂഷിക്കുന്നു.
ഞാൻ ഞായറാഴ്ച ശുശ്രൂഷിച്ചാൽ മാക്സിമം അങ്ങേയറ്റം ഒരു 800-നും 1000-നും ഇടയ്ക്ക് അങ്ങേയറ്റം ആളുകൾ കാണും. പക്ഷെ പൗരുഷന് ശുശ്രൂഷിക്കുന്നതുകൊണ്ട് ഏറ്റവും മിനിമം 1,00,000 ആളുകൾ കാണും. അത് ഒരു യാഥാർത്ഥ്യമായ കാര്യമാണ്. നമ്മുടെ ഫീഡ്ബാക്കുകളൊക്കെ ഏകദേശം കറക്റ്റാണ്. അപ്പോൾ ഏറ്റവും മിനിമം മക്കളെ ഒന്നല്ലേ, ഏറ്റവും മിനിമം ഏറ്റവും മിനിമം 1,00,000 പേരെങ്കിലും കാണും. പക്ഷെ അതിലൊക്കെ വലിയൊരു സന്തോഷം എന്ന് പറയുന്നത് ഞായറാഴ്ച രാവിലെ അവിടെ നിൽക്കും. ഞങ്ങളുടെ ഒത്തിരി അമ്മച്ചിമാരുണ്ട്, അപ്പച്ചന്മാർ. അവർ രാവിലെ വരും പാസ്റ്ററെ കാണാൻ. അപ്പോൾ പാസ്റ്ററെ കാണാൻ വരുന്നത് എന്തിനാന്ന് ചോദിച്ചാല് പാസ്റ്റർക്ക് ഇച്ചിരി പൈസ തരാൻ വേണ്ടിയൊക്കെ വരും. അത് മേടിക്കുന്ന വലിയ സുഖമാണ്. ആ അമ്മമാരുടെ കയ്യിൽ നിന്നൊക്കെ മേടിക്കുക. അപ്പൊ ഞാൻ ഇച്ചിരി ലൈറ്റ് മാനാ. ഒത്തിരി ലൈറ്റ് ആയിട്ടൊക്കെ ഞായറാഴ്ച കിടക്കാം. 2 മണി 3 മണിയൊക്കെ ആകുമ്പോൾ കിടക്കാം. അപ്പൊ പിന്നെ രാവിലെ എഴുന്നേൽക്കാനൊക്കെ ഇച്ചിരി പാടാം. അപ്പൊ രാവിലെ സൺഡേ സ്കൂളൊക്കെ അവരൊക്കെ നടത്തി വെളുപ്പിനെ വണ്ടികളൊക്കെ ഓടാൻ തുടങ്ങും. പക്ഷേ മറ്റൊരു സ്ഥലം എന്ന് പറയുക, എന്നെ വെളുപ്പിന് ഭാര്യ വിളിച്ചോണം ഞായറാഴ്ച. അപ്പൊ അവള് പറയും കുളിച്ച് പല്ല് തേച്ച് ഷേവ് ചെയ്ത് ഡ്രസ്സ് മാറി ഇറങ്ങി നിൽക്കാറ്. ഞാൻ അതന്നെ കാര്യം. അമ്മച്ചിമാര് വരുമ്പോ നിങ്ങള് പല്ല് തേക്കാതെ ഒന്നും കൊടുക്കാൻ പാടില്ല. അവര് രാവിലെ വരുന്നവരാ. അപ്പൊ അതുകൊണ്ട് അവൾ എന്നെ നിർബന്ധിച്ച് കുളിപ്പിച്ച് റെഡിയാക്കി കൊണ്ട് നിർത്തും. കാരണം എനിക്കൊരു പരേഡാണ്. ഞായറാഴ്ച രാവിലെ അവിടെ നിന്നാ മതി. ഇഷ്ടംപോലെ ഉമ്മ കിട്ടും. ആ ഉമ്മയ്ക്കൊക്കെ 1000 ടണ്ണ് വിലയുള്ള ഉമ്മയാണ് ഞങ്ങളുടെ അമ്മച്ചിമാരെല്ലാം വരിക. അതിലൊരു അമ്മച്ചി കൃഷ്ണമ്മച്ചിയായിരുന്നു. കൃഷ്ണമ്മച്ചി മരിക്കുമ്പോൾ 78 വയസ്സുണ്ട്. കോവിഡുകാരൻ മരിച്ചത്. 10-74 വയസ്സുള്ളപ്പോൾ അമ്മച്ചിയെ ഞാൻ കാണാൻ പോയി. അമ്മച്ചി എന്റെ ഈ പൈസയൊക്കെ തരിക. എങ്ങനെയാ അമ്മച്ചി വീട്ടുവേലയ്ക്ക് പോകുന്നുണ്ട് ഈ പ്രായത്തിൽ, മക്കൾക്ക് വയ്യ, ഒരു മോൾക്ക് വയ്യ. അപ്പൊ ഈ അമ്മച്ചിയാ പോവുക. എന്നിട്ട് ആഴ്ച എല്ലാ ദിവസവും പണിക്ക് പോകും. പക്ഷെ 2-3 ദിവസം വൈകുന്നേരങ്ങളിൽ അവൾ വേറൊരു വീട്ടിലെ അമ്മ പണിക്കും. എക്സ്ട്രാ ജോലിയാ, ഡബിൾ ഡ്യൂട്ടി ചെയ്യും 2-3 ദിവസം. അപ്പൊ അതെന്തിനാ 2-3 ഡ്യൂട്ടി ചെയ്യുക? വയ്യാതെ പിന്നെയും വന്നിട്ട് പിന്നെയും വീട്ടിൽ പോയില്ല. വയസ്സ് ഇത്ര ആയില്ലേ. ആ പകലെല്ലാം പോകുന്ന ജോലി കൊണ്ടാണ് എന്റെ വീട്. പിന്നെ സെക്കൻഡ് ഡ്യൂട്ടിക്ക് പോകുന്നത് എന്റെ പ്രിൻസിപ്പലിന് വേണ്ടിയാ. ഞായറാഴ്ച വരുമ്പോ വല്ല കാര്യം നടക്കണ്ടേ. അതിന് 74 വയസ്സുള്ള അമ്മച്ചി രണ്ടാമത്തെ ഡ്യൂട്ടിക്ക് പോയിട്ട് അതിന്റെ പൈസയുമായി ഞായറാഴ്ച കാണാൻ വരും. കോവിഡിൽ ആ അമ്മച്ചി എന്നെ വിട്ടേച്ച് പോയി. അമ്മച്ചി എനിക്ക് കത്തിക്കേണ്ടി വന്നു. ഒരുപാട് ചാരം എനിക്ക് പുറത്തു പോയി. കുറച്ചുകൂടെ ഒക്കെ അവരെയൊക്കെ ഒന്ന് കരുതാൻ ഒത്തിരി, കുറച്ചുകൂടെ ഒക്കെ ഒന്ന് സ്നേഹിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ. അതുകൊണ്ട് തന്നെ കർത്താവ് നമ്മളോട് ആവശ്യപ്പെടുന്ന കാര്യം നമ്മുടെ എല്ലാ ബന്ധങ്ങളെയും, നമ്മുടെ ദൈവത്തിന്റെ സ്വരൂപത്തിലായതുകൊണ്ട് സകല ബന്ധങ്ങളെയും കുറച്ചുകൂടെ സ്നേഹത്തോടെയും ആദരവോടെയും കാണാനായിട്ട് കഴിഞ്ഞ് അവിടെ ദൈവം നമ്മളെ അനുഗ്രഹിക്കും. എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും നമ്മുടെ ബന്ധങ്ങളില്, ഒരുപക്ഷെ നമ്മുടെ സഹോദര ബന്ധങ്ങളിലൊക്കെ കുറെ കാര്യങ്ങൾ നാം ധ്യാനിക്കേണ്ടതായിട്ട്, എവിടെയൊക്കെയോ അകന്നു പോകുന്ന എല്ലാ ബന്ധങ്ങളും ഒന്ന് അടുപ്പിക്കാൻ, എവിടെയൊക്കെ ഇങ്ങനെ അകന്നൊക്കെ പോകുന്ന എല്ലാ ബന്ധങ്ങളുടെയും ഇഴകളെടുപ്പത്തിന് വേണ്ടി. ഇന്ന് ഈ കോവിഡ് വന്നതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരിക്കുന്നത് കാണാനൊക്കുന്നില്ല. നമ്മളിപ്പോ ഈ സൂമിലൊക്കെ ആരാധിക്കുന്നുണ്ടെങ്കിൽ പോലും അവിടെയും പലരുടെയും അവിടെ ജോലി സ്ഥലത്തൊക്കെ ആയിരിക്കും റെസ്പെക്ട് അവർ വേണം. വീഡിയോ ഒക്കെ ഓഫ് ആകുമ്പോൾ നമുക്ക് ആരെയും കാണാൻ ഒക്കുന്നില്ല. പക്ഷെ ഇതിന്റെ എല്ലാം നടുവിലും നമ്മൾ ഓർക്കണം, നമ്മുടെ ബന്ധങ്ങളെ എല്ലാം കുറച്ചുകൂടെ ആദരവോടെ കാണാനും. കാരണം ആ ദൈവത്തിന്റെ സ്വരൂപം സ്നേഹം, ബന്ധമാണ്. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ദൈവം തന്റെ സ്വരൂപത്തില് മനുഷ്യനെ സൃഷ്ടിച്ചു. എന്നിട്ട് ദൈവം അവരെ അനുഗ്രഹിച്ചു. എന്നിട്ട് താൻ ഉണ്ടാക്കിനൊക്കെ ദൈവം നോക്കി. എല്ലാം സൃഷ്ടിച്ചിട്ടും മനുഷ്യനെ സൃഷ്ടിച്ചപ്പോ പറയുകയാണ്, താൻ ഉണ്ടാക്കിയതിനൊക്കെ ദൈവം നോക്കി, എത്രയും നല്ലതെന്ന് കണ്ടു. അതെന്താ? ദൈവം സൃഷ്ടിച്ചത് സകലതും നല്ലതാണ്. അതുകൊണ്ട് തന്നെ എല്ലാത്തിനെയും കുറച്ചുകൂടെ നല്ലതായിട്ട് കാണാനോ നന്മകൾ കാണാനുള്ള ഒരു കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കും. മനുഷ്യന് കഴിയാത്തൊരു കാര്യം മനുഷ്യൻ എന്നും തിന്മകളാണ് കാണുന്നത്.
ഏതൊരു പൂർണ്ണചന്ദ്രനെ പോലും കറുത്തപാടുകളാണ് നമ്മൾ ആദ്യം കുറച്ചുകൂടെ നമുക്ക് നന്മകൾ കാണാൻ കഴിയും. റാന്നിയുമായിട്ട് ബന്ധപ്പെട്ട് ഒരു യാക്കോബക്കാരത്തി പെൺകുട്ടി, കല്യാണം കഴിച്ച പെൺകുട്ടി, നിറവയറാണ്, ഗർഭിണിയാണ്, ഏത് നിമിഷവും അവർക്ക് പ്രസവം നടക്കാൻ. ഈ കുട്ടി ഭർത്താവുമായിട്ട് വാശി പിടിച്ച് ഇറങ്ങിപ്പോയിട്ട് അവളൊരു മഠത്തിൽ ചെന്ന് കയറി. മഠം എന്നൊക്കെ പറഞ്ഞ അതിന്റെ ആശ്രമ സിറ്റുവേഷനിലുള്ള ഒരു സ്ഥലമാണ്. ആ ആശ്രമത്തിന്റെ ചുമതലയുള്ള ചേട്ടായി അദ്ദേഹത്തിന് എടുക്ക ചെന്നിട്ട് ഈ പെൺകുട്ടി, ഞാൻ ഇവിടുന്ന് പോകുന്നില്ല, ഇവിടെ ഞാൻ താമസിക്കുകയാണ്. അത് സ്ത്രീകൾക്ക് വേണ്ടിയും കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയൊക്കെ ഉള്ളൊരു മഠം കൂടാണ്, ഒരു ആശ്രമം കൂടാണ്. ആ ആശ്രമത്തിൽ ഒത്തിരി പേരുണ്ട്. അതുകൊണ്ട് ഞാനിവിടെ താമസിക്കുക. അപ്പൊ അദ്ദേഹം ആകെ ഒന്ന് എന്താളിച്ചു, ഒരു ക്രിസ്ത്യൻ പെൺകുട്ടി ഗർഭിണി മഠത്തിൽ വന്നിരിക്കുക. അപ്പൊ അദ്ദേഹം ഇവിടെയുള്ള തിരുമേനിയോട് ബന്ധപ്പെട്ടപ്പോ തിരുമേനി ആ കാര്യത്തിൽ ഒരു ഇൻട്രസ്റ്റ് എടുക്കാഞ്ഞപ്പോ എന്നെ അറിയാമെന്ന് പറഞ്ഞു. എപ്പോഴൊക്കെ ഇവിടെ കൂട്ടായ്മയ്ക്കൊക്കെ വന്നിട്ടുണ്ട്, മെമ്പറൊന്നും അല്ല, എന്നാലും വന്നിട്ടുണ്ട്. അപ്പൊ ആ തിരുമേനി എന്നെ വിളിച്ചു, സോറി, ഈ മഠാധിപതി, ആ ബഹുമാനപ്പെട്ട സഹോദരൻ എന്നെ വിളിച്ചു. ഞാൻ അവിടെ ചെന്നിട്ട് ഞാൻ ഈ പയ്യനെ വിളിച്ചു വരും. കൊച്ചിനെ എങ്ങനെയെങ്കിലും കൊണ്ടുപോക്കണോ, ഇവിടെ നിർത്തരുത്, അവനവിടെ കാലെ പിടിക്കാൻ പാടി, നമുക്ക് പാവടി വീട്ടിൽ പോയി. നീ എന്തോ ഈ പറയുന്നേ, ഒരാഴ്ചക്കകത്ത് അവിടെ പ്രസവം നടക്കും, ഇനി നീ വീട്ടിൽ പോയി എന്ത് വൈദ്യ ഇവിടെ എന്ത് ചെയ്താൽ പോകത്തില്ല. അപ്പൊ ഞാൻ അവളെ ആകുന്ന മാറ്റി നിർത്തി പറഞ്ഞു, മോളെ ഇതൊരു നമുക്ക്, നീ വീട്ടിൽ പോകണം, ഇത് മോശമായത്, നീ പോണം, എവിടെ പോകത്തില്ല. ഞാൻ എൻ്റെ എല്ലാ സമസ്ത അടവുകളും എടുത്തു. എന്റെ ചക്കരയല്ല, എന്റെ പൊന്നല്ല, എന്റെ പാലല്ല, എന്റെ തേനല്ല, എന്റെ മുത്തല്ലേ, നീ പോവും എഴുന്നേറ്റ്. എവിടെ കേൾക്കാൻ, ഇവിടെ കേൾക്കുന്നതില്ല. അവസാനം എന്റെ ക്ഷമ കെട്ടു. ഇവൻ ആയിരക്കണക്കിന് ഇവിടെ ചെറുക്കന്റെ കുറ്റവും ചെറുക്കന്റെ വീട്ടുകാരുടെ കുറ്റമായി പറയും. ഞാൻ കുറെ നേരമായിട്ടില്ല നിന്റെ കീർവാണം ഞാനും കേൾക്കുക, 2-2.5 മണിക്കൂറായി. ഞാൻ പേപ്പറും പെന്നെ എടുത്തോട്ട് പറഞ്ഞു, അവന്റെ ഒരു 5 നന്മ എഴുതി. ഈ കുറ്റം തന്നെ പറയാം, കുറെ നേരം അവന് ഒരു ഗുണമില്ല, ഒന്നും പറയാൻ. അപ്പൊ ഞാനൊരു പേപ്പറും പെന്നെ എടുത്തോട്ട് പറഞ്ഞു, എഴുതി 5 നന്മ, 5 നന്മ നീ എഴുതിയിരിക്കണം മിനിമം. ഒന്നും പറയില്ല, ചാവട്ടി ഞാൻ ശരിക്കും എഴുതിയിരുന്നു. എനിക്ക് കരി കയറി. അപ്പൊ അവള് എഴുതരുന്ന് പറഞ്ഞു, ഇപ്പോഴും 5 മിനിറ്റ്. അപ്പൊ അവൾ എഴുതി. എനിക്ക് രസം തോന്നി. അവൾ എഴുതി വെക്കും, എന്റെ ചേട്ടൻ നമ്പർ 1 അവക്ക് കുളിമുറി ചൂടുവെള്ളം കൊണ്ട് കുളിക്കാൻ കൊടുക്കും, ഗർഭിണിയാണ്. അപ്പൊ കുളിമുറി ചൂടുവെള്ളം കൊണ്ട് കുളിക്കാൻ കൊടുക്കും. രണ്ടാമത്തെ കാര്യം, അവിടെ കാലിനൊക്കെ പൊളപ്പൊക്കെ ഉണ്ട്, ഗർഭിണിയാണ്. അപ്പൊ അവന് ധന്വന്തരം പെണ്ണതൈലം കൂടെ മേടിച്ചുകൊണ്ട് വന്നിട്ട് കാലിലെല്ലാം കുഴമ്പിട്ട് തിരുമ്പും. നമ്പർ 2, പിന്നെ പുളിയില വെള്ളം വെച്ചിട്ട് തോർത്തി മുക്കിയിട്ട് ഇങ്ങനെ പതുക്കെ ഇങ്ങനെ ഞാൻ വെക്കും. നല്ല സുഖമാണ്, നല്ല എഫക്റ്റാണ് ഈ വേദനയൊക്കെ മൂന്ന് ചെയ്യും. പിന്നെ അവനക്ക് അമ്മ കാണാതെ അവൾ ചോദിക്കുന്ന ഫുഡെല്ലാം മുറിക്കൊണ്ട് കൊടുക്കും, മേടിച്ചോണ്ട്. പിന്നെ ഇഷ്ടം തോന്നിയ വാരി കൊടുക്കും. അപ്പം വാരി കൊടുക്കും. പിന്നെ തുണി കഴുകി കൊടുക്കും. വയ്യാത്ത നമുക്ക് കുടിക്കാൻ വയ്യ, അപ്പൊ അവന്റെ തുണി കഴുകി കൊടുക്കും. പിന്നെ തുണിയെല്ലാം അടുക്കി വെക്കും, തേച്ച് കൊടുക്കും. തുണി കഴുകി കൊടുക്കും, വെള്ളം കൊണ്ട കൊടുക്കും, കുഴമ്പ് തേച്ച് കൊടുക്കും, ചൂടുവെള്ളത്തിൽ കുളിപ്പിച്ചു കൊടുക്കും. ഞാൻ പറഞ്ഞിടി, ഇത്രയൊക്കെ നമ്മുടെ കെട്ടിയോൾക്ക് ചെയ്താൽ അവളെന്നെ തലയെ കൊണ്ടാണ്. അത്രയൊക്കെ ഒന്നും വേണ്ട, ഇച്ചിരി ഒന്ന് തിരുമ്മി കൊടുത്തായിരുന്നെ അവളെന്നെ തലയെ കൊണ്ടാണ്. അപ്പൊ ചൂടുവെള്ളം കൊണ്ട് കൊടുക്കുന്ന, കുഴമ്പ് തേച്ച് കൊടുക്കുന്ന, ഇതുക്കുള്ളൊക്കെ ഒരു കെട്ടിയാൽ എന്തോന്നാ ചെയ്യാൻ എനിക്കറിയാൻ വേണ്ടി. ഇതുക്കുള്ളൊക്കെ എന്തോ ചെയ്യണം നിങ്ങള്? ഇതുക്കുള്ളൊരു കെട്ടിയാൽ എന്തോ ചെയ്യട്ടെ? വാരി കൊടുക്കും, കൊണ്ട കൊടുക്കും, ചൂടുവെള്ളം കൊടുക്കും, കുഴമ്പ് തേച്ച് കൊടുക്കും, തിരുമ്മി കൊടുക്കും. ഇത്രയൊക്കെ ചെയ്തായിരുന്നെങ്കിൽ നിങ്ങളുടെ കെട്ടിയവർ ആരായിരുന്നു? ഇത്രയൊക്കെ ചെയ്ത കെട്ടിയവനെ ഇട്ടേച്ചു പോയി. അപ്പൊ ഇത്രയും നന്മയെ ഇട്ട് അവൾ കുറ്റമോ പറയും. ഇതാണ് മനുഷ്യന്റെ കുഴപ്പം. മനുഷ്യൻ ഒരിക്കലും നന്മ കാണും. നന്മ കാണാത്തവരാണ് മനുഷ്യൻ. അതുകൊണ്ടാണ് ദൈവം നമ്മൾ ആവശ്യപ്പെടുക, നമ്മളെന്നും നന്മ കാണുന്നില്ല. നമ്മളെന്നും നന്മ കാണും. മനസ്സിലാകുന്നുണ്ടോ? നന്മ ഹൃദയം നിറഞ്ഞ് പറയട്ടെ, നന്മ കാണുന്ന ഒരു സ്വഭാവം ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്കൊന്ന് ശോധന ചെയ്യാനായിട്ട് കഴിയും. നമ്മൾ തിന്മകൾ മാത്രം കാണുന്നവരാകരുത്, എല്ലാവരിലും നന്മ കാണാൻ കഴിയും. ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, ഈ ദൈവമക്കള് തിന്മ മാത്രം കാണുന്നവരാണെങ്കിൽ വലിയ പ്രശ്നം. ചിലപ്പോ ഞാനിങ്ങനെ ശാന്തമായിട്ടൊക്കെ പ്രസംഗിക്കുമ്പോൾ ഒത്തിരി പേര് പറഞ്ഞിട്ടുണ്ട്, കൊള്ള ഭാഷ നല്ല പ്രസംഗമൊക്കെ തന്നെ ഒരു ആത്മാവിന്റെ ഒരു ഇതില്ല. അതെന്താണെന്ന് എനിക്കറിയത്തില്ല, ഒരു ഇതിൽ എന്നൊക്കെ പറയും. ആത്മാവിന്റെ ഒരു ഇതൊക്കെ വേണ്ടേ? അതെന്തോ, അത് നിങ്ങൾക്ക് അറിയാൻ തോന്നും. ആത്മാവിന്റെ ഒരു ഇതൊക്കെ വേണം. അതിന് ആത്മാവിന്റെ ഒരു ഇതിലങ്ങോട്ട് പ്രസംഗിച്ചാൽ പറയും ബഹളമാണ്, നമുക്ക് ഇത്രയും ശബ്ദമൊക്കെ വേണ്ട. ഒന്നാമത് സായിപ്പന്മാര് പ്രശ്നം ഉണ്ടാക്കും അപ്പുറത്തേക്ക്. അപ്പൊ പിന്നെ ബഹളത്തിന്റെ ആവശ്യമുണ്ട്. അപ്പൊ ശബ്ദം വെച്ച പ്രശ്നം, ശബ്ദം ഇല്ല പ്രശ്നം. പഴയ പാട്ട് പാടിയ പറയും നമുക്ക് ആർക്കും അറിയാത്ത പാട്ടാണ്.
പുതിയ പാട്ട് പാടിയാൽ പറയും അതും പ്രശ്നം. ഞാൻ നല്ലപോലെ ചിരിക്കുമായിരുന്നു. ചിരിച്ചപ്പോൾ ഞാൻ കമന്റ് കേട്ടു, പെണ്ണുങ്ങളെ കാണുമ്പോൾ ചിരി കൂടുതലാണ്. അപ്പൊ ഞാൻ വളരെ എല്ലാവരെയും കാണുമ്പോൾ ഭവ്യതയോടെ കൈകുപ്പി നമസ്തേ പറയാൻ പറയും. അപ്പം പറഞ്ഞ അവനിപ്പം ഭയങ്കര ഗമയാണ്. അപ്പൊ ചിരിക്കാനൊക്കത്തില്ല, നമസ്തേ പറയണം. ചിരിച്ച ആള് ഇച്ചിരി മോശ, ചിരിക്കാതിരുന്നാൽ ഗമയ. അപ്പൊ ചിരിക്കാനൊക്കത്തില്ല, ഇരിക്കാനൊക്കത്തില്ല. നല്ലപോലെ ഫുഡൊക്കെ കൊടുത്തപ്പോൾ ഞാൻ കേട്ടു, നമ്മള് ചുരുങ്ങി ദശാംശമൊക്കെ കൊടുക്കുമ്പോൾ ഇവരെങ്ങനെ ലാവിഷായിട്ട് അടിച്ചു പൊളിക്കുക. അപ്പോൾ ഓർത്താ ഇനി കഞ്ഞിയും പയറും. അപ്പം കേട്ടു അറുത്ത കൈക്ക് ഇപ്പൊ ഉപ്പിടത്തില്ല, കഞ്ഞിയും പയറും. അമ്മയുടെ കാലത്ത് വല്ലതും അപ്പം കൊടുക്കാനൊക്കത്തില്ല, കൊടുക്കാതിരിക്കാനൊക്കെ. ചിരിക്കാനൊക്കത്തില്ല, ചിരിക്കാതിരിക്കാനൊക്കത്തില്ല. പഴയ പാട്ട് പാടാനൊക്കത്തില്ല, പുതിയ പാട്ട് പാടാൻ. ആഞ്ഞു പ്രസംഗിക്കാനൊക്കത്തില്ല, പെതുക്കെ പ്രസംഗിക്കാനൊക്കത്തില്ല. ഇപ്പൊ എല്ലാത്തിനും എന്ത് കാണുക? കുറ്റം കാണുന്ന സ്വഭാവം. പക്ഷെ നമുക്ക് ആ സ്വഭാവം വേണ്ട. എല്ലാറ്റിലും ഞാൻ ആത്മാർത്ഥമായിട്ട് ചോദിച്ചോട്ടെ, തമ്പുരാൻ നമ്മുടെ കുറ്റം കണ്ടിരുന്നെങ്കിൽ, കുറ്റമാണ് ദൈവം നോക്കിയിരുന്നെങ്കിൽ ഇന്ന് ഞാൻ ഈ ഭൂമി കാണത്തില്ല, ഞാൻ ഇവിടെ ഈ പുസ്തകമായിട്ട് ഇരിക്കത്തില്ല. എനിക്കറിയാമല്ലോ ഞാൻ ആരാണ്, എന്റെ ബലഹീനത എന്താണെന്ന് എനിക്കറിയാം. പക്ഷെ ഞാനിന്ന് ഇവിടെ ഇരിക്കുന്നത് എന്റെ ദൈവം എന്റെ തിന്മ നോക്കിയില്ല, പിന്നെ നന്മ നോക്കി. നന്മ ഒന്നും കാണാഞ്ഞ സന്ദർഭങ്ങളിൽ അവിടുന്ന് അവിടുത്തെ തന്നെ ഓർത്തത് കൊണ്ടാണ് ഞാനും നിങ്ങളൊക്കെ ഇവിടെ ഇരിക്കുക. അതുകൊണ്ട് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാൻ കഴിയും, കർത്താവെ നന്മ കാണാനുള്ള ഒരു കണ്ണ് കിട്ടി, നന്മ കാണാൻ ഉള്ള ഒരു കണ്ണ് കിട്ടി. ഇന്നെന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും, നമുക്ക് ദൈവത്തിലെ അല്പസമയം ദൈവത്തോടൊന്ന് പ്രാർത്ഥിക്കാൻ കഴിയും. എല്ലാ മനുഷ്യരുടെയും നന്മകൾ കാണാനുള്ള ഒരു കൃപയ്ക്ക് വേണ്ടി ചോദിക്കും. എത്ര പേര് ദൈവ തിന്മ കാണണ്ട ദൈവത്തോട് പ്രാർത്ഥിക്കാൻ കഴിയുമോ? എല്ലാ മനുഷ്യരുടെയും കുറ്റങ്ങളൊക്കെ ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ അത് എന്റെ ചെവിയിൽ എത്താതിരിക്കാനുള്ള, അങ്ങനെയുള്ള വാർത്തകൾ ഏറ്റവും ഒടുവിൽ അറിയാതിരിക്കുന്ന ഒരു വ്യക്തിയായിട്ട് മാറാൻ എനിക്കിടയാകണേ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. അപ്പൊ നോക്കൂ, 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചിട്ട് അവരോട് പറയാണ്, നീ 7-ാം ദിവസം സ്വസ്ഥമായിരിക്കണം. അത്ര എന്താ, മനുഷ്യന്റെ ഫസ്റ്റ് ഡേ ആണ്. മനുഷ്യന്റെ ഫസ്റ്റ് ഡേ അവൻ ദൈവത്തോടൊപ്പമാണ്. ദൈവത്തിന്റെ ലാസ്റ്റ് ഡേ ആണ്, പ്രവൃത്തി കഴിഞ്ഞിട്ടുള്ള ദിവസം. പക്ഷെ അത് മനുഷ്യന്റെ 1-ാം ദിവസം. 1-ാം ദിവസം ആരോടൊപ്പം? ദൈവത്തോടൊപ്പം. അപ്പൊ നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും തുടക്കം എപ്പോഴും ദൈവമായിരിക്കും. ഞങ്ങളുടെ ചർച്ചയിൽ ഒരു കുഞ്ഞ് കല്യാണം കഴിഞ്ഞു. എനിക്ക് അവനോട് അഭിമാനം തോന്നി. ഒരു നല്ല ഗവൺമെന്റ് ജോലിയൊക്കെ ഉണ്ടായിരുന്നു, ഉന്നത എല്ലാ നിലകളിലും നല്ല കല്യാണം. വലിയ ഇന്ന് ഈ കല്യാണം കഴിയുന്ന കല്യാണത്തിനെക്കാട്ടും പ്രാധാന്യമാണ് കല്യാണം കഴിഞ്ഞുള്ള ഫോട്ടോഷൂട്ട്. ഭയങ്കര ബഹളമാണ് കല്യാണമായിട്ട് ബന്ധപ്പെട്ട്. ഇപ്പൊ ഒരു പുതിയ കോവിഡിൽ തുടങ്ങിയ ഒരു സംഭവമാണ് സേവ് ദ ഡേറ്റ് എന്ന് പറഞ്ഞ ഒരു സംഭവം. അതെന്താണ്, എൻഗേജ്മെന്റ് ഒക്കെ കഴിയുന്നതിന് മുമ്പ് കല്യാണത്തിന്റെ ഒരു വീഡിയോ ഒപ്പരവും കാണിക്കുകയും പിള്ളേർ കല്യാണത്തിന് അപ്പുറമായിട്ട് ഇവര് ചെയ്ത് കേട്ടത്. അപ്പോൾ ആ കല്യാണം കഴിഞ്ഞിട്ടില്ല, പക്ഷെ കല്യാണം കഴിഞ്ഞ മട്ടിലാണ് ഫോട്ടോ എടുക്കുക, വീഡിയോ എടുക്കുക. എങ്ങാനും ഇതിനിടയ്ക്ക് കല്യാണം വേണ്ടാന്ന് വെച്ചെങ്കിൽ തീർത്തില്ലേ, ലോകം മുഴുവൻ ഇത് ഓടുകയല്ലേ. അതുകൊണ്ടൊക്കെയാണ് ഇതൊക്കെ ചെയ്യലെന്നൊക്കെ പറഞ്ഞതിന്റെ ഒരു കാരണം ഈ കല്യാണ നിശ്ചയത്തിനും കല്യാണത്തിനും ഇടയ്ക്ക് പെൺപിള്ളേരും ചെറുക്കനും കൂടെ കാര്യങ്ങളെല്ലാം അങ്ങ് തുറന്നു പറയും. തുറന്നു പറഞ്ഞു കഴിഞ്ഞ് ഇതുങ്ങൾ പിണങ്ങും. അപ്പൊ അവൻ രാത്രി ഫോൺ ചെയ്യുമ്പോൾ ഇവിടെ കൂട്ടുകാരെ ആരടി ഇപ്പം വിളിച്ചുകൊണ്ടിരുന്നത്, ഇപ്പൊ എന്റെ അടി എൻഗേജിലായിരുന്നേ, നീ എന്നോട് തിരികെ വിളിക്കാന്. അപ്പൊ അവള് പറയും അങ്ങനെ കൺട്രോൾ ചെയ്യാനാണെങ്കിൽ താൻ തന്നെ പണി നോക്കും. പിള്ളേർ ചുരുക്കത്തിൽ ഇത് മിക്കവാറും അങ്ങ് പൊട്ടിപ്പോയെന്നാ പറ്റും. ലോകം ഇതിന് പിന്നൊരു കല്യാണം കിട്ടാൻ പാടാം. ഇതുകൊണ്ടാണ് കല്യാണത്തിന് മുമ്പ് ആവശ്യമില്ലാത്ത വീഡിയോകൾ ഷെയർ ചെയ്യുന്നത് പറഞ്ഞാൽ മനസ്സിലാക്കുന്നത്. തെറ്റോ ശരിയോ എന്നുള്ളതല്ല. ഒത്തിരി പേര് അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് എല്ലാവരും ഈ എൻഗേജ്മെന്റ് കഴിഞ്ഞ് 1.5 വർഷം കെട്ടിച്ച് നിർത്തരുത്, കെട്ടിച്ചു. എൻഗേജ്മെന്റ് കഴിഞ്ഞാൽ മാക്സിമം വേഗത്തിൽ കല്യാണങ്ങളൊക്കെ നടത്താനായിട്ടുള്ള ശ്രമങ്ങൾ ഉണ്ടാകും. മറ്റൊന്നും കൊണ്ടല്ല. എന്താ കാര്യം എന്നൊക്കെ ചോദിച്ചാൽ ഈ പിള്ളേർക്ക് ഒത്തിരി ഇടത്തൊക്കെ സംഭവിക്കുന്നു. അപ്പം വളരെ നമ്മൾ സൂക്ഷിച്ചൊക്കെ ജീവിക്കേണ്ട ഒരു കാലഘട്ടമാണ്. അത് അങ്ങനെ ചെയ്യരുന്നോ ഇങ്ങനെ ചെയ്യരുന്നോ, ഇങ്ങനെ ഡൂസ് ആൻഡ് ഡോൺസ് പറയുന്ന ഒരാളല്ല. പക്ഷെ മറ്റൊരു കാര്യം കുറച്ചൊക്കെ സൂക്ഷിക്കുന്നത് നല്ലതാണ്. അപ്പൊ ഈ ഫോട്ടോഷൂട്ടിന് വേണ്ടിയൊക്കെ ഭയങ്കര കാര്യങ്ങളൊക്കെ ക്രമീകരിക്കുന്നതിനിടയ്ക്ക് ഈ ചെറുപ്പക്കാരൻ ഭാര്യയും കൂട്ടി കല്യാണ വസ്ത്രത്തോടെ ഓഡിറ്റോറിയത്തിൽ നിന്ന് പെട്ടെന്ന് അവൻ തന്റെ വണ്ടി എടുത്ത് പെൺകുട്ടിയും കൂട്ടി ഹോളി വന്നു. എല്ലാരും നോക്കി നിൽക്കുക, ഫോട്ടോക്കാരൊക്കെ ഇല്ല. എന്തിനാ വന്നെന്നറിയാമോ? ഹോളിന്റെ പ്രെയർ റൂമിൽ വന്ന് ആ കല്യാണ വസ്ത്രത്തോടെ അവൻ കുറെ നേരം അവനും അവളും കൂടെ മുട്ടുകുത്തി പ്രാർത്ഥിച്ചു. എന്നിട്ട് തിരിച്ചു. എനിക്ക് ഭയങ്കര അഭിമാനം തോന്നി. എന്താ കാര്യം? ജീവിതത്തിൽ നവകുടുംബം പറന്നു വീണ ആ നിമിഷം ദൈവത്തോടൊപ്പം ഇരിക്കുക. കുറച്ചു നേരം ഉള്ളായിരുന്നു, എങ്കിൽ പോലും എനിക്ക് അവനൊരു വലിയ അഭിമാനം തോന്നി. എന്താ കാര്യം?
ജീവിതത്തിന്റെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു സമയത്ത് ആ തുടക്കം വന്ന് അല്പസമയം കർത്തസന്ധി പ്രാർത്ഥിക്കും. ഇങ്ങനെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, എത്ര പേർ ദൈവസന്ധി പ്രാർത്ഥിക്കും? എനിക്ക് അങ്ങനെ ഒരു അനുഭവം കൂടെ വേണം. നോക്കൂ നോക്കൂ, ദൈവത്തിന്റെ ലാസ്റ്റ് ഡേറ്റ്, പക്ഷെ മനുഷ്യന്റെ ഫസ്റ്റ് ഡേറ്റ് ആണ്. അങ്ങനെ ദൈവം 7-ാം ദിവസത്തെ അനുഗ്രഹിച്ച് ശുദ്ധീകരിക്കുകയാണ്. എന്നിട്ട് ദൈവം അടുത്ത ആ ക്രിയേഷൻ അക്കൗണ്ട് ഒരു സെക്കൻഡ് അക്കൗണ്ട് പോലെ കാണുകയാണ്. ദൈവം മനുഷ്യന്റെ മൂക്കില് ജീവശ്വാസം, എന്നിട്ട് ദൈവം മനുഷ്യനെ തോട്ടത്തിലാക്കി വെച്ചിട്ട് പറഞ്ഞു, നിനക്ക് ഇഷ്ടമുള്ളതെല്ലാം ഭക്ഷിക്കും. ഭയങ്കര സ്വാതന്ത്ര്യമാണ് ദൈവം കൊടുത്തിരിക്കുന്നത്. പക്ഷെ ഈ സ്വാതന്ത്ര്യത്തിനകത്തൊരു റെസ്ട്രിക്ഷൻസ്. നിനക്ക് തിന്മയും നന്മയും നിശ്ചയിക്കാം. പക്ഷെ ഒരു കാര്യം, ഇന്ന് തിന്മകളുടെയും നന്മകളുടെയും ലോകം ഇങ്ങനെ പൊട്ടിക്കഴിഞ്ഞിരിക്കും. ഭൂരിപക്ഷത്തിന്റെ ശരിയാണ് ശരിയെന്ന് ചിന്തിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക്. ഏത് ശരി? ഭൂരിപക്ഷത്തിന്റെ ശരിയാണ്. തെറ്റും ശരിയും തിരിച്ചറിയാൻ ഒക്കുന്നില്ല. കുഞ്ഞെ അങ്ങനെ ചെയ്യരുതെന്ന് പറയുമ്പോൾ മക്കളൊക്കെ ചോദിക്കുന്ന ഒരു കാര്യം, വാട്ട്സ് ദ റോങ് ഇൻ ഇറ്റ്? എനിക്ക് മനസ്സിലാകാത്തൊരു കാര്യം. എന്ത് ചെയ്താലും ചോദിക്കുന്നത് അതിനെന്താ കുഴപ്പം? അവർക്ക് അവരുടെ സ്വാതന്ത്ര്യത്തിനകത്ത് ഒത്തിരി നിബന്ധനകളുണ്ട്. വി ഹാവ് ഫ്രീഡം. പക്ഷേ തിന്മയും നന്മയും തിരഞ്ഞെടുക്കാൻ സൂക്ഷിക്കണം. ദൈവത്തോടൊപ്പം നിന്ന് വേണം നന്മ തിരഞ്ഞെടുക്കുക. അങ്ങനെ തിന്മകളുടെ ലോകം തിരഞ്ഞെടുക്കുകയാണ് വത്സല്യ മക്കളെ. അതുകൊണ്ട് എന്താ പറ്റിയത്? പാപം വന്നു. പാപത്തിന്റെ കോൺസിക്വൻസ് എന്താണ്? അതുകൊണ്ട് 24-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ കാണുകയാണ് മനുഷ്യൻ ഏകനായിരിക്കുന്നത്. 24-ാം വാക്ക് 18-ാമത്തെ വാക്യത്തിൽ കാണും, മനുഷ്യൻ ഏകനായിരിക്കുന്ന ഒന്നല്ല, ഞാൻ അതുകൊണ്ട് അവന് തക്ക തുണയെ. അപ്പൊ ദൈവം മനുഷ്യന് തക്ക തുണയെ കൊടുത്താണ് 2-ാം അധ്യായത്തിൽ കാണുന്നത്, തക്ക തുണ. പക്ഷെ ഇവിടെ നമ്മൾ ഓർക്കേണ്ട കാര്യമുണ്ട്, ഭാര്യ ഭർത്താവിന് തക്ക തുണിയായിരിക്കണം, ഭർത്താവ് ഭാര്യയ്ക്ക് തക്ക തുണിയായിരിക്കും. പക്ഷെ ഈ തക്ക തുണികൾക്ക് എപ്പോഴും കൂടെ നിൽക്കാനോ, ഒരുമിച്ചൊക്കെ ഇങ്ങനെ ജീവിച്ചാലും കുറച്ച് കഴിയുമ്പോൾ പിരിഞ്ഞേ ഒക്കത്തുള്ളൂ. ആശുപത്രിയിലൊക്കെ അറ്റാക്കൊക്കെ ആയിട്ട് ആരെങ്കിലും ഒരാൾ പോകുമ്പോൾ പോകാതിരിക്കട്ടെ, സ്ട്രെച്ചറിൽ കിടത്തി വിളിച്ചുകൊണ്ടൊരു ഓട്ടമുണ്ട്. ഐസിയുന്റെ വാതിൽക്കൽ ചെല്ലുമ്പോൾ അവിടെയൊക്കെ നമുക്ക് പ്രവേശനമില്ല, എൻട്രി റെസ്ട്രിക്റ്റഡ്. ഭാര്യ അകത്തോട്ട് പോകുമ്പോൾ ഭർത്താവ് പുറത്ത് നിൽക്കേണ്ടി വരും. അവിടെ നമ്മൾ കാണുന്നൊരു കാര്യമുണ്ട്, നമ്മുടെ ഭാര്യ സർട്ടിഫിക്കറ്റ് കാണിച്ചാലും നമ്മളെ അകത്ത് കയറ്റി, തക്ക തുണ പുറത്ത് നിൽക്കും, ഒരു തുണ അകത്ത് കയറും. പക്ഷെ കർത്താവിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്, കഷ്ടങ്ങളിൽ അടുത്ത തുണയാണ്, കഷ്ടങ്ങളിൽ അടുത്ത തുണയാണ്. അതുകൊണ്ടാണ് സംഗീതം പറയാ, അവൻ കഷ്ടങ്ങളിൽ അടുത്തു, ഹൃദയം നുറുങ്ങുമ്പോൾ യഹോവ സമീപസ്ഥനാണ്. അപ്പൊ നമുക്ക് തക്ക തുണകളുണ്ട്, പക്ഷെ തക്ക തുണകൾക്ക് പരിമിതികളുണ്ട്. തക്ക തുണകൾക്ക് പരിമിതികളുള്ളപ്പോഴും പരിമിതിയില്ലാത്തൊരു അടുത്ത തുണയുണ്ട്, കഷ്ടങ്ങളിൽ അടുത്ത തുണ. അതാണ് നമ്മുടെ കർത്താവ്. എന്നിട്ട് പറയുകയാണ്, ദൈവം മനുഷ്യന് കാട് നിൽക്കണം, അവന്റെ വാരിയിൽ തുറന്നു ഒരു സ്ത്രീയെ ഉണ്ടാക്കി. ആ സ്ത്രീയെ കണ്ടപ്പം പുരുഷൻ പാടി, ഇവളെന്റെ അസ്ഥിയാണെന്ന് വിളിച്ച മാംസം. രണ്ടുപേരും പ്രധാനപ്പെട്ട കാര്യം, സ്ത്രീയാണ് മനുഷ്യന്റെ ശക്തി, സ്ത്രീയാണ് മനുഷ്യന്റെ ബലഹീനത. എന്താ കാര്യം? സിമ്പിളായിട്ടൊക്കെ കാണാറിയാം. വളരെ ക്ഷീണിച്ചൊക്കെ ഇരിക്കുമ്പോൾ സാരമില്ല ചായ, എല്ലാം ശരിയാവുന്നേ, ധൈര്യമായിട്ടിരിക്കുന്നു പറയുന്ന സ്ത്രീ, അതൊരു ശക്തിയാണ്. അപ്പൊ തന്നെ സ്ത്രീ ഒരു ബലഹീനതയാണ്. ആ സ്ത്രീയുടെ ബലഹീനതയ്ക്ക് മുമ്പിലാണ് മനുഷ്യൻ പലപ്പോഴും. എൻ്റെ മക്കള് സൈക്കിൾ റൈഡ് ഇങ്ങനെ പോവാണ്. പിള്ളേരൊക്കെ അവധിക്കൊക്കെ സൈക്കിൾ റൈഡൊക്കെ പോകുന്ന ഒരു കുറെ നമ്മുടെ ചർച്ചിലൊക്കെ ഉള്ള മക്കൾ. അപ്പൊ ഞാനതിനെ ചേസ് ചെയ്യുന്നു. അങ്ങനെ ഞങ്ങൾ ചെങ്ങന്നൂര് ചെന്നു. ചെങ്ങന്നൂര് ഞങ്ങളുടെ ഒരു വീട്ടില്, അമ്മച്ചിയൊക്കെ ഉള്ളൊരു വീട്ടില് പിള്ളേരില്ല ബ്രേക്ക്ഫാസ്റ്റിന് നേരത്തെ പറഞ്ഞിരുന്ന. അപ്പൊ അവിടെ ചെന്നിട്ട് പിള്ളേരെ വീണ്ടും അവിടെ സൈക്കിളിൽ വിട്ടാൻ തീരുമാനിച്ചേക്കും. അവിടെ നല്ല മുമ്പില്ല, നേരെ ആലപ്പുഴ, അവിടെ നോക്കുമെങ്കിൽ എറണാകുളം. പിള്ളേരുടെ ഹൈവേ ഒരു തീരുമാനം, ആയിക്കോട്ടെ അവധിയൊക്കെ അല്ലേ. എനിക്കെന്തോ തോന്നി, നമ്മൾ ഈ കൊച്ചിലെ ഇതിന്റെ ഒരു ചെറിയ സന്തോഷമൊക്കെ, അത്രയൊന്നും ദൂരം പോയി. അന്ന് ഇത്രയും വണ്ടിയൊന്നുമില്ല, എങ്കിൽ പോലും പിള്ളേരുടെ ഒരു ക്രൈസ് നമുക്ക് ഓർത്ത് ഞാൻ അതിന്റെ പുറകിലുണ്ട്. പക്ഷെ അവിടെ ഒരു അമ്മച്ചി ഉണ്ടായിരുന്നു. അമ്മച്ചി ചോദിച്ചു, മക്കളെങ്ങോട്ടാ പോന്നെ? ആലപ്പുഴയ്ക്ക്. എന്റെ പൊന്നു മോനെ, ആലപ്പുഴയ്ക്ക് പോകാൻ എന്റെ ചക്കരയല്ല, ആലപ്പുഴയ്ക്ക് നീ വരുമ്പോ. അമ്മച്ചി ഒരു കാര്യത്തിൽ പിള്ളേർ പറഞ്ഞു, ഞങ്ങൾ തിരിച്ചു പോവാം. അമ്മച്ചിയുടെ കണ്ണീര് കണ്ടിട്ട് എങ്ങനെ ഇനി പോകുന്നത്? ഞങ്ങൾ ആലപ്പുഴയ്ക്ക് പോകുന്നില്ല, ഒരിടത്ത് പോകുന്നു, ഞങ്ങൾ നേരെ തിരിച്ചു. അപ്പൊ അവര് ചോദിച്ചു, എന്നടാ പോവാത്ത? ഓ, ഈ അമ്മച്ചിയുടെ കണ്ണീര് കണ്ടിട്ട് പോയി, ഇനി ശരിയാകും, അതിന് ശരിയാകത്തെ ഞങ്ങൾ തിരിച്ചു പോകും. മൂട് കളഞ്ഞു ഈ അമ്മച്ചി. പൊന്നമ്മച്ചി, അമ്മച്ചിക്കാരെയല്ലേ ഞങ്ങൾ പോകും. അവര് നേരെ തിരിച്ചു പോകും. അമ്മച്ചിയുടെ കണ്ണീര് കണ്ടപ്പോ അപ്പൊ എനിക്കൊരു കാര്യം തോന്നി, അമ്മ ബലഹീനത കൂടല്ലേ. സത്യം പറഞ്ഞ ഈ കണ്ണീരിന്റെ മുമ്പില് നമുക്കിങ്ങനെ മുമ്പോട്ട് പോകാൻ പാടാ.
അപ്പോൾ എല്ലാ ചരടുകളെയും പിടിച്ചു നിർത്തുന്നത് ഈ ബലഹീനത. മക്കളൊക്കെ ഇറങ്ങി പോവെങ്കിലും എന്നൊക്കെ പറഞ്ഞാൽ പോലും അമ്മയെ ഓർക്കുമ്പോ ഇങ്ങനെ തിരിച്ചു വരുന്നത് എന്തുകൊണ്ട്? അതാണ് സ്ത്രീ. ഞാനൊരു വീട്ടിൽ ചെന്നപ്പോ ഇതിനകത്ത് മുമ്പ് മേശപ്പുറത്ത് ഒരു ലെറ്റർ എഴുതി വെച്ചേക്കാം, അച്ചായൻ പോവുക, ഇനിയും വരത്തില്ല, എന്നിട്ട് പേപ്പർ വെയിറ്റ് ഒക്കെ വെച്ചിട്ടുണ്ട്. ഞാൻ ആന്റിയെ വിളിച്ചു, ആന്റി, ഞാൻ പറഞ്ഞപ്പോഴാണ് ആന്റി ഇത് കാണുന്നത്. അച്ചായൻ പോയി, എന്നെ അങ്ങ് വല്ലാതായി. അവിടുത്തെ അമ്മമ്മ പറഞ്ഞു, പേടിക്കൊന്നും വേണ്ട, എന്നെ അച്ചായൻ പോകത്തില്ല, ഭാഷ വിഷമിക്കണ്ട, ഞാൻ ചെല്ലണ്ട കാര്യം, എവിടെ പോയാലും സന്ധ്യ ആകുമ്പോൾ അയാൾ ഇവിടെ തിരിച്ചു വരും, അതിന്റെ ഉറപ്പാണ്. അതെന്താ? അതാ ബലഹീനത. അപ്പം ശക്തിയുമാണ് ബലഹീനതയുമാണ്. ഇത് സ്ത്രീയുടെ കഴിവാണ്, ദൈവം കൊടുത്തിരിക്കുകയാണ്. അത് പറഞ്ഞു, ഇവിടെ അസ്ഥി, ഇവിടെ ബലഹീനത. പക്ഷെ അടുത്ത കാലത്ത് കാര്യമാണ്, അത് നിമിത്തം പുരുഷൻ അപ്പനെയും അമ്മയും വിടും, എന്നിട്ട് ഭാര്യയോട് പറ്റിച്ച് ഇരുവരും ഒരു ദേഹമായി തീരും. സപ്പോസിനടുത്ത് അതെടുത്ത് പറയുകയാണ്, ഈ മർമ്മം വലുത്, ഞാൻ ക്രിസ്തുവിനെയും സഭയും ഉദ്ദേശിച്ചാൽ പറയും. എന്താ അവിടുത്തെ മർമ്മം? പൂർണ്ണ പുരുഷത്വത്തിന്റെ ആദം, ദൈവം സൃഷ്ടിച്ച ഏറ്റവും മനോഹരമായ സൃഷ്ടി, അവരുടെ കൈവരകൾ കൊണ്ട് പടഞ്ഞ പുരുഷൻ. ആ പുരുഷൻ ഒറ്റയ്ക്കിരിക്കുന്ന നന്നല്ലെന്ന് കണ്ടു, പുരുഷന്റെ ഏകാന്തത. എന്നിട്ട് ഗാഠനിദ്ര കൊടുത്തു, വിലാപ്പുറം തുറന്നു, സ്ത്രീയെ കൊടുത്തു. ഇനി സെക്കൻഡ് ആഡമുണ്ട്, ക്രിസ്തു മനുഷ്യാവതാരം എടുത്തു. നമ്മുടെ വയറ്റില് ക്രിസ്തു ജനിച്ചപ്പോ, ഗുരുവായപ്പോ അപ്പം പറഞ്ഞു, അമ്മയെ ഗൂഢമായി ഉപേക്ഷിക്കാം. നിങ്ങൾക്കറിയാം, നേഴ്സസ് ഒക്കെ ഉണ്ടല്ലോ ഇതിനകത്ത്, നേഴ്സസ് ആയിരിക്കും വരും, കുറച്ചു പേരെങ്കിലും. അമ്മയുടെ വയറ്റിൽ കിടന്നുകൊണ്ട് കുഞ്ഞിനുണ്ടാകുന്ന എല്ലാ ഇമോഷൻസും കുഞ്ഞിനെ ബാധിക്കും. പ്രീനാറ്റൽ എക്സ്പീരിയൻസസ്. അമ്മ സങ്കടപ്പെട്ട കുഞ്ഞ് സങ്കടപ്പെടും, അമ്മ ചിരിച്ച കുഞ്ഞ് ചിരിക്കും, അമ്മ നമ്പരപ്പെട്ട കുഞ്ഞ് നമ്പരപ്പെടും. ഇറ്റ്സ് എ സൈക്കോളജിക്കൽ ഫാക്ട്. പക്ഷേ യേശു കർത്താവിന്റെ അമ്മയുടെ വയറ്റിൽ കിടക്കുമ്പോൾ അപ്പം പറഞ്ഞ് അമ്മയെ ഉപേക്ഷിക്കും. അങ്ങനെയാണെങ്കിൽ കുഞ്ഞ് ഉപേക്ഷണം അനുഭവിച്ചു കാണും. പിന്നെ കാലം മുമ്പോട്ട് പോയപ്പോൾ ഒളിച്ചു പാർക്കുകയാണ്. ജനിച്ചപ്പോൾ ഒരു ബർത്ത് റൈറ്റ് ഇല്ല, വഴിത്തലക്കിൽ എവിടെയോ ജനിച്ചു. ഏത് മനുഷ്യനും ജന്മത്തിനൊരു ബർത്ത് റൈറ്റ് ഒക്കെയാണ്, ഒരു സുരക്ഷിതത്വം എല്ലാവരും ആഗ്രഹിക്കും. പക്ഷെ ക്രിസ്തുനാഥൻ ജനിച്ചപ്പോൾ സുരക്ഷിതത്വമില്ല. പിന്നെ കുറച്ചു കഴിഞ്ഞപ്പം ഒരു കൽപ്പന, കുഞ്ഞുങ്ങളെ കൊല്ലണം, എടുത്തുകൊണ്ട് ഓടി, റെഫ്യൂജി ആയിട്ട്. ഹി വാസ് എ റെഫ്യൂജി, യു നോ ദാറ്റ്. 2 വർഷം വയസ്സില് അഭയാർത്ഥിയായിരുന്നു. പിന്നെ രാജാവ് മരിച്ചെന്ന് അറിഞ്ഞപ്പോഴാണ് തിരിച്ചു വരിക, ഭൂതം പറഞ്ഞപ്പോൾ. അഭയാർത്ഥിയുടെ നൊമ്പരങ്ങളൊക്കെ അറിയാവുന്ന ഒരു 12 വയസ്സ് വരെ ദേവാലയത്തിൽ ഇരുന്ന സംഭവങ്ങൾ കാണുന്നു, പിന്നെ കാണുന്നില്ല. പിന്നെയുള്ള പ്രായം എവിടെയായിരുന്നു? വിശ്വസിക്കപ്പെടുന്നത് തച്ചന, ഇവനാ തച്ചനല്ലേ, തച്ചന്റെ മകനല്ലേ, തച്ചനല്ലേ, ഇവന്റെ അമ്മ മറിയമല്ലേ. അതുകൊണ്ട് തന്നെ കഷ്ടപ്പാടായിരിക്കും, വല്ലാത്ത കഷ്ടപ്പാട്. ആ കഷ്ടപ്പാടിൽ മരമൊക്കെ ചുമ്മിക്കൊണ്ട് നടക്കുക. അതുകൊണ്ടാണ് 30ാമത്തെ വയസ്സിൽ ശുശ്രൂഷ ആരംഭിച്ചപ്പോൾ താൻ ലോകത്തോട് വിളിച്ചു പറഞ്ഞത്, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരെ എന്റെ അടുക്കമാണ്. കാരണം ഈ 16, 17, 18, 19 ഇന്ന് പല മക്കളും വീഡിയോ ഗെയിമുമായിട്ട് ഇരിക്കുമ്പോൾ ഈ കർത്താവ് ഭാരം ചുമക്കുക. അതുകൊണ്ട് തന്നെ ഈ ഭാരം ചുമക്കുന്നവരെ കാണുമ്പോൾ നിങ്ങൾ എന്റെ അടുക്കൽ വരുവാൻ പറയുന്നത് ഭയങ്കര മൂർച്ചയുള്ള മാത്രം. അധ്വാനവർഗ സിദ്ധാന്തത്തിന്റെ ആളാണ്. പ്രിയരെ, മുമ്പോട്ട് പോകുമ്പോൾ കാണുകയാണ്, ശിഷ്യരെ എടുത്തു. എന്തിനാണ് ശിഷ്യരെ എടുത്തത്? കൂടെ ഇരുപ്പാൻ. അതിലേറെ ഇഷ്ടപ്പെട്ട 3 ശിഷ്യർ, പത്രോസ്, യാക്കോബ്, യോഹന്നാൻ, ഗതസമനയുടെ രാത്രി വന്നു. അവരെ കൊണ്ട് പോയി. എന്തിനാ? എന്റെ ഹൃദയം മരണവേദന കൊണ്ട് അതിദുഃഖിതമായിരിക്കുക. മരണത്തിന്റെ തീവ്രവേദന ഏത് മനുഷ്യനും ആഗ്രഹിക്കുന്നത് ഏറ്റവും പ്രിയപ്പെട്ടവർ കൂടെ വേണമെന്ന്. ആ കൂടെ ഇരിക്കാൻ വേണ്ടി ശിഷ്യരെയും കൊണ്ടുപോയി. പക്ഷെ അവർ ഉറങ്ങിപ്പോയി. അപ്പോഴും ക്രിസ്തു പിതാവിനാൽ ധൈര്യപ്പെട്ടു, ദൂതനെ അയച്ചു. പക്ഷെ ആ രാത്രിയിൽ പത്രോസ് 3 വട്ടം തള്ളിപ്പറഞ്ഞു, എനിക്ക് അവനെ അറിയത്തില്ല. സ്നേഹിച്ചവരൊക്കെ ഇങ്ങനെ തള്ളിപ്പറയും. കുരിശു കൊടുത്തുകൊണ്ട് കൊൽക്കത്തയിലായിട്ട് പോയപ്പോൾ അവിടെ ആരും ഇല്ലേ, കുറച്ച് സ്ത്രീകൾ മാത്രം. ബാക്കി എല്ലാവരും ഇങ്ങനെ അകന്നു നിൽക്കുക. യോഹന്നാൻ മാത്രം. കാൽവറി കുരിശ് കിടക്കുമ്പോൾ ഉള്ള നിലവിളിയുണ്ട്, എന്റെ ദൈവമേ, എന്റെ ദൈവമേ, അങ്ങനെ കൈവിട്ടത്. അല്ലോഹി അല്ലോഹി ലമ്മാ ശബക്താനി. പിതാവും പുത്രനും ഒന്നായിരുന്നു. ചില സഹോദരങ്ങൾ ചോദിക്കാറുണ്ട്, യേശു ദൈവമാണെങ്കിൽ ദൈവത്തിന് മരിക്കാൻ കഴിയും? ദൈവം മരിക്കും, സത്യം, ദൈവം മരിക്കില്ല. പക്ഷെ ഇവിടെ മരണം കൊണ്ട് മരണത്തെ ജയിക്കുവാൻ ദൈവം മരിക്കേണ്ടത് അനിവാര്യമായി. പിതാവാൻ ദൈവം പുത്രനെ കൈവിട്ടു. അപ്പം പുത്രൻ എന്ത് ചെയ്തു? സ്വന്തം തോളിലോട്ട് തലയായിച്ചു. സ്വന്തം തോളിൽ തലയായിച്ചിട്ട് പ്രാണനെ തൃക്കരങ്ങളിൽ. സ്വന്തം തോളിൽ തലയായിച്ചു എന്ന് പറയുമ്പോൾ സഭ ക്രിസ്തുവിന്റെ ശരീരം. ക്രിസ്തു സഭയുടെ ശിരസാകുന്ന ക്രിസ്തു സഭയാകുന്ന മണവാട്ടിയുടെ തോളിൽ ഒന്നായിട്ട്. അവിടെ നമുക്ക് കാണുന്ന 2 മൊഴികളുണ്ട്. ഒന്ന്, എന്റെ ദൈവമേ, എന്റെ ദൈവമേ, എന്നെ കൈവിട്ടത്. പിതാവിനാൽ കൈവിടപ്പെട്ടു. പുരുഷൻ അപ്പനെ വിടും.
ഏതെങ്കിലും അപ്പനുണ്ടെന്ന് പറയാം, ദൈവം അമ്മയുണ്ടോ? ഇല്ല. പക്ഷെ ഇവിടെ ഒരു അമ്മയെ വിടുന്നുണ്ട്. ഇതാ നിന്റെ അമ്മ, ഇതാ നിന്റെ മകൻ. യോഹന്നാനെ അമ്മയെ ഏൽപ്പിച്ചപ്പോൾ അമ്മയെ വിട്ടു. പുരുഷൻ അപ്പനെ അമ്മയെ വിട്ട് ഭാര്യയോട് പറ്റിച്ചേർന്നു, സ്വന്തം തോളിൽ തലയയച്ചു, പ്രാണനെ തൃക്കരങ്ങളിൽ ഏൽപ്പിച്ചു. അപ്പോൾ ഒരു പടയാളി വന്ന് ഒറ്റ കുത്ത് വിലാപ്പുറത്ത്, രക്തവും വെള്ളവും വന്നു. അതിനകത്തുനിന്ന് പുറത്തു വന്നത് രക്തവും വെള്ളവുമായിരുന്നെങ്കിലും ഒരു മണവാട്ടി. ആ മണവാട്ടിയുടെ പേരാണ് പുതിയ നിയമസഭ, ഹൗവ, എ ന്യൂ ഈവ് ചർച്ച് എന്ന മണവാട്ടി. ആ മണവാട്ടിയെ ചേർത്ത് പിടിച്ച് കർത്താവ് പറയാനൊരു കാര്യമുണ്ട്. പിന്നെ വയറ്റിക്കിടപ്പം മുതൽ ഉപേക്ഷണം എന്താണെന്ന് എനിക്കറിയാം. പിന്നെ ജനിച്ചു കഴിഞ്ഞപ്പോ അതിന്റെ നൊമ്പരങ്ങളെല്ലാം എനിക്കറിയാം. ഞാൻ ഏറ്റവും സ്നേഹിച്ച ശിഷ്യർ എന്നെ അറിയത്തില്ലെന്ന് തള്ളിയതിന്റെ വേദന എനിക്കറിയാം. ഉച്ചി കിടന്നുകൊണ്ട് പ്രാണവേദനയെ തിരിഞ്ഞു നോക്കിയപ്പോൾ പത്രോസ് തള്ളിയത് എനിക്കറിയാം. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാൻ ഒരു മൃദു മന്ത്രണം. അത് മറ്റൊന്നുമല്ല, ഞാൻ നിങ്ങളെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, ഈ മർമ്മം വലുത്, ഞാൻ ക്രിസ്തുവിനെയും സഭയെ ഉദ്ദേശിച്ച പറയുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ക്രിസ്തുനാഥന്റെ ഏറ്റവും സ്നേഹത്തിന്റെ വാക്കുകൾ, ഐ വിൽ നെവർ ലീവ് യു നോട്ട് ഫോർസേക്ക് യു. ചെറുകഥാകത്ത് CV ബാലകൃഷ്ണന്റെ വാക്കുകളിൽ പറഞ്ഞാൽ, ഞാൻ വിശ്വസിച്ച ക്രിസ്തുനാഥന്റെ മുഴുവൻ സംഭവങ്ങളും അസത്യമാണെന്ന് ഒരിക്കലും എനിക്ക് തോന്നിയാൽ പോലും ഞാൻ റിഗ്രറ്റ് ചെയ്യത്തില്ല. കാരണം എൻ്റെ ജീവിതത്തിന്റെ എല്ലാ ഇരുണ്ട അവസ്ഥകളും എന്നെ പിടിച്ചു നിർത്തിയത് ആ വാക്കുകളാ. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും എന്നോട് കൂടെ ഉണ്ടെന്നുള്ള വാക്ക്. ആ വാക്കുകൾക്ക് ഭയങ്കര ശക്തിയാണ്. കാരണം ഉപേക്ഷണമെന്തെന്നറിഞ്ഞവൻ, സങ്കടമെന്തെന്നറിഞ്ഞവൻ, വിശപ്പെന്തെന്നറിഞ്ഞവൻ പറയുന്നു, നിന്നോട് കൂടെ ഞാനുണ്ട്, എനിക്ക് നിന്നെ കൈവിടാൻ കഴിയത്തില്ല. അതുകൊണ്ട് തന്നെ ഇന്ന് തന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ മർമ്മം വലുത്. 2-ാം അധ്യായം ആ മർമ്മത്തെ നമുക്ക് പരിചയപ്പെടുകയാണ്. പുരുഷൻ അപ്പനെയും അമ്മയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും, ഇരുവരും ഒരു ദേഹമായി തീരും. ദിസ് ഇസ് എ ഗ്രേറ്റ് മിസ്റ്ററി. ഈ മർമ്മം വലുതാണ്. അതുകൊണ്ട് തന്നെ ആ വാക്കുകൾക്ക് ഭയങ്കര ശക്തിയാണ്. ഐ വിൽ നെവർ ലീവ് യു നോർ ഫോർസേക്ക് യു. ഉപേക്ഷിക്കപ്പെട്ടു എന്നൊക്കെ കരുതിയ എത്രയോ സാഹചര്യം. എനിക്ക് കർത്താവിനെ അറിയാം. മരണത്തിൽ പോലും ഒക്കെ ഇങ്ങനെ ഉപേക്ഷിക്കാത്ത ഒരു കർത്താവ്. ജീവിതത്തിന്റെ എത്രയോ സാഹചര്യങ്ങളിൽ കർത്താവ് ഒറ്റയ്ക്കായി പോയല്ലോ എന്ന് ചിന്തിച്ചപ്പോൾ ഈ വാക്കുകൾക്ക് ബലപ്പെടുത്തും തന്ന ബലം ചെറിയ ബലമല്ല. ഞാൻ നിന്നോട് കൂടെയുണ്ട് ലോകാവസാനത്തോളം എല്ലാം നാളും. നമ്മുടെ കുഞ്ഞുങ്ങളോടൊക്കെ പറയും, എനിക്ക് ആകുന്നിടത്തോളമൊക്കെ നിങ്ങൾ നോക്കാം, നിങ്ങൾ പഠിക്കണം മക്കളെ. കാരണം എനിക്ക് ആകുന്നിടത്തോളമൊക്കെ നിങ്ങളെ നോക്കാം. ആകുന്നിടത്തോളം എന്നൊക്കെ നമുക്ക് പറയാൻ കഴിയത്തില്ല. പക്ഷെ കർത്താവ് പറയുന്നത് ആകുന്നിടത്തോളം ഒന്നല്ല, ലോകാവസാനത്തോളം എല്ലാം നാളും നിങ്ങളുടെ കൂടെ. നമുക്ക് തോന്നും നമ്മുടെ കാലശേഷമൊക്കെ ഈ മക്കൾക്കൊക്കെ എന്തോ സംഭവിക്കും. പക്ഷെ ഈ വാക്കുകൾക്കൊക്കെ ഭയങ്കര ശക്തിയാണ്. ഞാൻ നിങ്ങളെ ഒരിക്കലും കൈയെടുത്തിരുന്നു. എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ ബഹുമാനപ്പെട്ട പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ രാത്രിയില് ഈ ഉൽപ്പത്തി പുസ്തകത്തിന്റെ 1-2 വിചാരങ്ങളിൽ കൂടെ നമ്മൾ കടന്നു. നമുക്ക് ദൈവസന്നിധിയിൽ ഒന്ന് പ്രാർത്ഥിക്കാൻ കഴിയട്ടെ. ഒന്ന്, എൻ്റെ ജീവിതത്തിന്റെ ആദ്യ ദൈവമായിരിക്കട്ടെ, എല്ലാത്തിന്റെയും ആദ്യ ദൈവമായിരിക്കട്ടെ. 2, സമുദ്രത്തിന് അതിലിട്ട ദൈവം എനിക്കും അതിലിട്ടിട്ടുണ്ട്. ഞാൻ എങ്ങനെയൊക്കെ എനിക്ക് നന്ദി പറയണമെന്ന് അറിയത്തില്ല. ഈ 1.5 വർഷം എങ്ങനെയൊക്കെയാ കഴിഞ്ഞു പോയി. പക്ഷെ ഒന്നെനിക്കറിയാം, അതിലിട്ട് കാത്ത ദൈവം. 2, അതിരുകളെ വിശാലമാക്കുന്ന ദൈവം. ഞങ്ങൾ ഈ ഉപദേശിമാർക്കൊക്കെ ഏറ്റവും സന്തോഷമുള്ള ദിവസം ഞായറാഴ്ചയാണ്. 1, കൂട്ടായ്മക്കാര്. 2, നമ്മുടെ കൂട്ടായ്മക്കാർ കൊണ്ടുവരുന്ന സ്തോത്രകാഴ്ചയും ദശാംശം കൊണ്ടൊക്കെയാണ് ഞങ്ങൾ ജീവിക്കുന്നത്. അത് ഞങ്ങളുടെ അഭിമാനമാണ്. ദൈവന്റെ അവകാശം ദൈവമാണ്. പക്ഷെ ഈ 1.5 വർഷമായിട്ട് അതൊന്നും ഇല്ല. അപ്പോഴും എനിക്കറിയാം, എങ്ങനെയാണെന്നും അറിയത്തില്ല, അതിരുകളെ വിശാലമാക്കി നടത്തിയ ഒരു ദൈവം. അതുകൊണ്ട് തന്നെ നമ്മുടെ ഭാഗത്തുനിന്ന് ഒരു തീരുമാനം ഉണ്ടാകുക, അതിരില്ലാതെ ദൈവത്തെ സ്നേഹിക്കും. ദൈവത്തിന്റെ കാര്യത്തിൽ ഞാൻ അതിര് വെക്കത്തില്ല. ഐ വിൽ നോട്ട് ലിമിറ്റ് മൈ ഗോഡ്. ദൈവിക കാര്യങ്ങൾക്ക് ഞാൻ ലിമിറ്റ് ചെയ്യത്തില്ല. അതിരില്ലാതെ സ്നേഹിക്കുന്ന ദൈവത്തിന്റെ കൃപ. ദൈവം ഒരു മനുഷ്യനെ അതിരുകളെ വിശാലമാക്കും. ചെറിയൊരു കാര്യമാണ്. നാളെ ഞങ്ങളുടെ ജീവിതത്തിലെ ഒരു വലിയ സന്തോഷത്തിന്റെ ദിവസമാണ്. കർത്താവദാസൻ അനീഷ് കെ ജോസ് എന്ന് പറയുന്ന ജീവിതത്തിൽ വൈകല്യത്തിലൂടെ ഒക്കെ കടന്നുപോയൊരു സഫലം ഒരുപക്ഷെ നിങ്ങളൊക്കെ കണ്ടു കാണും. ആ ദൈവദാസന് ഒരു വീടിന്റെ കാര്യം എങ്ങനെയൊക്കെ അത് ഉണ്ടാകുക, ദൈവം ഒരു നിമിഷം കൊണ്ടൊക്കെയാണ് അതിന് വിശാലം. കഴിഞ്ഞ ആ 50-ാമത്തെ ആഴ്ച വാർഷികത്തോടെ മാർച്ച് മാസത്തിൽ ഇങ്ങനെ ഒരു ചെറിയ കാര്യമൊക്കെ സംസാരിച്ചു. എന്തെങ്കിലുമൊക്കെ ഞാനാണ് പറയുക, ഞങ്ങളുടെ ബോർഡ് മീറ്റിംഗ് എന്തെങ്കിലുമൊക്കെ ദൈവത്തിന് വേണ്ടി ചെയ്യണ്ടേ, ഒരു നന്ദി സൂചകം, ഒരു നല്ല വീട്. അപ്പൊ ഞങ്ങൾ ഈ പൗരുഷൻ, ഞങ്ങൾ ഈ അടുത്തിടയ്ക്കാണ് പൗരുഷനൊക്കെ ബന്ധപ്പെട്ടെങ്കിൽ പൗരുഷത്തിൽ സ്നേഹഭവനങ്ങൾ വെച്ചു കൊടുത്തിരുന്നു. അതിലൊക്കെ ഒരു 4, 5, 6 ലക്ഷം രൂപയുടെ വീടുകളാണ്. പക്ഷെ അങ്ങനെ അല്ലാത്തൊരു നല്ല കാര്യം, ഒരു കുറച്ചുകൂടെ ഒക്കെ നല്ല ഒരു രീതി ചെയ്യണം. അത് ആർക്ക് ചെയ്യണം?
അത് വീടില്ലാത്തൊരു ദൈവദാസനെ. അപ്പോഴാണ് പെട്ടെന്ന് ഈ ദൈവദാസന്റെ കാര്യം ഷാജി പാസ്റ്റർ പറഞ്ഞു. ശരി, അപ്പം അന്നൊക്കെ പറഞ്ഞു പിരിഞ്ഞു. ഞാൻ യാദൃശ്യമായിട്ട് ദൈവത്തിന്റെ ഓരോ നിമിത്തങ്ങളെ അടൂര് എൻ്റെ ഒരു സുഹൃത്തിന്റെ ഭാര്യയുടെ വല്യപ്പച്ചൻ മരിച്ചുപോയി, ഒരു മിഷണറി സുഹൃത്ത്. അപ്പൊ ഞാൻ അവിടെ ശവടക്കിന് ചെല്ലുമെന്ന് പറഞ്ഞു. അവരെന്നെ വിളിച്ചു. പക്ഷെ എനിക്ക് പോകാനൊത്തില്ല. അപ്പൊ ഞാൻ അവിടെ ഇനിയും ഞാൻ പോകണ്ട. എന്നിട്ടും എനിക്ക് തോന്നി പോയേക്കാം. ഞാൻ ഉച്ച കഴിഞ്ഞാൽ വീട്ടിൽ ചെന്നപ്പോ അവരെ അടക്കം എല്ലാം കഴിഞ്ഞിരിക്കുകയാണ്. അടക്കം എല്ലാം കഴിഞ്ഞിരിക്കുന്ന വീട്ടിൽ ഞാൻ ചെന്നു. അപ്പൊ കുറച്ചുകൂടെ ഇന്റിമസി ആയിട്ട് വർത്തമാനം പറയാം. ആ വീട്ടുകാർ തന്നെയുള്ളൂ. ഞങ്ങൾ കുറെ നേരം ഇരുന്ന് വർത്തമാനം പറഞ്ഞു. വർത്തമാനം പറഞ്ഞപ്പോൾ അവിടെ ഒരു കുഞ്ഞുണ്ടായിരുന്നു. ആ കുഞ്ഞുമോൻ എൻ്റെ അടുക്ക് വിളിക്കുന്നു. കൊച്ചു കുഞ്ഞ, നല്ലൊരു ചെറുപ്പമുണ്ടായിരുന്നു. അവൻ വന്നിട്ട് പറഞ്ഞു, അങ്കിളെ എനിക്ക് ഹാർട്ടിന് ഹോളായിരുന്നു. അപ്പൊ ഇവന്റെ സാക്ഷ്യമുണ്ട്. അവൻ മരിച്ചു എന്ന് പറഞ്ഞതാണ്. പക്ഷെ അവന് ദൈവം അത്ഭുതകരമായ സൗഖ്യങ്ങളൊക്കെ കൊടുത്ത് ഇതുവരെ നിർത്തി. അപ്പൊ അവനിങ്ങനെ ഒറ്റയടിക്ക് കാണാൻ പഠിച്ച് പറയുകയാണ്, എന്റെ ദൈവം എനിക്ക് ഹാർട്ടിന് ഹോളായിരുന്നു, ഞാൻ മരിച്ചു പോകുന്നവരും പറഞ്ഞു, അത് ചെയ്തു പക്ഷേ മറ്റേ കർത്താവിനെ സൗഖ്യമാക്കി. എന്നിട്ട് ഒരു പാട്ട് പാടിക്കൊണ്ട് ഞാൻ എന്റെ സാക്ഷ്യം അവസാനിപ്പിക്കട്ടെ. ഇവനിതിങ്ങനെ ബൈഹാർട്ട് ചെയ്ത് വെച്ചിരിക്കുക. അവൻ ആ പാട്ട് പാടി, വൈകുമ്പോൾ പാടും വയൽപൂ പോലും സോളമനേക്കാൾ സുന്ദരമായി സൃഷ്ടിച്ച ദൈവം കൂടെയുള്ളു. അപ്പൊ എന്നോട് പറഞ്ഞു, ഇവന്റെ ഒരു വീഡിയോ വൈറലായിട്ട്. അതൊക്കെ ഞാൻ ചോദിച്ചപ്പോൾ ഇവൻ പിന്നെ നമ്മുടെ പരിമല കാർഡിയോളജി ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ അവന്റെ റൂമിൽ നിന്ന് അവന് ക്യാനിലൊക്കെ ഇട്ട് കൈയെല്ലാം നീര് വന്ന് കൊച്ച പുറത്തിറങ്ങിയപ്പോ അതിന്റെ ഓപ്പോസിറ്റ് റൂമിൽ തന്റെ പിതാവുമായിട്ട് യാക്കോബ സഭയിലെ ഒരു അച്ഛൻ നിപ്പുണ്ട്. അച്ഛൻ മുറ്റത്തോട്ടിറങ്ങി മുറുക്കി പുറത്തിറങ്ങി പിന്നെ വിളിച്ച് അച്ഛനോട് അച്ഛനെ എൻ്റെ കൂടെ ഒരു സെൽഫി എടുക്കാം. അപ്പൊ അച്ഛന് വലിയ സന്തോഷത്തത്. കുപ്പായപ്പോ അച്ഛനെ ഇവനെ അടുത്ത് കാണാം. അപ്പൊ അച്ഛൻ പറഞ്ഞു, മോനെ സെൽഫി എടുക്കാം. അപ്പൊ ഇവന്റെ കൈ ഇങ്ങനെ നീര് വെച്ചിരിക്കും. അപ്പൊ ആ കുഞ്ഞോട് ചോദിച്ചാൽ, നിന്റെ മോനെ നിന്റെ കാലിലെ കെട്ടി നിനക്ക് വേദനയില്ല? ഉടനെ അവൻ തിരിച്ചു ചോദിച്ചു, എന്റെ പൊന്നച്ച, എന്റെ കൈയുടെ പുറത്തൊരു ഞരമ്പിൽ കൂടല്ലേ ഈ സൂചി കയറ്റിയേക്കുന്നത്? പക്ഷെ നമ്മുടെ യേശു കർത്താവിന്റെ കയ്യെ കൂടെ അടിച്ച് അപ്പുറത്ത് കയറ്റിയില്ലേ? അത്രയും വേദനയുണ്ടോ? ഇത്രയും വേദന. അതൊക്കെ നോക്കുമ്പോ എനിക്ക് വേദന സാരമില്ല. അച്ഛൻ പള്ളി പ്രസംഗിച്ചു. അടുത്ത ദിവസം ഓർത്തഡോക്സ് പള്ളി. എന്റെ പ്രിയപ്പെട്ട കുഞ്ഞാടുകളെ, എന്റെ പ്രിയപ്പെട്ട ഇടവകങ്ങളെ, ഞാൻ കഴിഞ്ഞ ദിവസം ആശുപത്രി കിടക്കുമ്പോൾ കയ്യിൽ കാലില കുത്തിയ ഒരു കുഞ്ഞിനെ ഞാൻ കണ്ടു. അവന്റെ കാലിലെ കുത്തിയുടെ പാടുകളെല്ലാം വീങ്ങിയിരിക്കുകയാണ്. ഞാൻ അവനോട് ചോദിച്ചു, നിനക്ക് വേദനയില്ലേ എന്ന് ചോദിച്ചു. വേദനയില്ലേ എന്ന് ചോദിച്ചപ്പോൾ ആ കുഞ്ഞ് പറഞ്ഞു, യേശു കർത്താവിന്റെ കയ്യിൽ ആണിപ്പാട് അടിച്ചു കയറ്റിയപ്പോൾ ഉണ്ടായ വേദനയുടെ അത്രയും വേദനയുണ്ടോ ഈ വേദന? അതുകൊണ്ട് അച്ഛനെ എനിക്ക് ആ വേദന സാരമില്ലെന്ന് പറഞ്ഞു. എന്റെ പ്രിയപ്പെട്ട ഓർത്തഡോക്സ് സഭാംഗങ്ങളെ, എന്റെ പ്രിയപ്പെട്ട ആ ഇടവകാംഗങ്ങളെ, ആ കുട്ടി ആരാണെന്ന് നിങ്ങൾക്ക് അറിയുമോ? സംശയിക്കേണ്ട, ആ കുട്ടി ഓർത്തഡോക്സുകാരനല്ലായിരുന്നു. സംശയിക്കേണ്ട, ആ കുട്ടി യാക്കോബക്കാരനല്ലായിരുന്നു. നിങ്ങൾ പേടിക്കേണ്ട, ആ കുട്ടി മർത്തോമക്കാരനല്ലായിരുന്നു. ആ കുട്ടി പെന്തക്കോസ്തുകാരനായതുകൊണ്ടാണ് അവൻ അങ്ങനെ പറഞ്ഞത് എന്ന് ഈ അച്ഛൻ പ്രസംഗിച്ചു. നമ്മളല്ലയോ കെട്ടിയത് കട്ട് ചെയ്ത് കിട്ടും. അങ്ങനെ അതുകൊണ്ട് തന്നെ ആ സാക്ഷ്യം ഇങ്ങനെ വൈറലായിട്ട് മാറി. അപ്പൊ ഇവൻ വൈറലായി കുഞ്ഞാണെന്നൊക്കെ തമാശ പോലെ. അപ്പൊ ഞാൻ ഓർത്ത് ഈ പാട്ട് ആർക്കും പാടും. അങ്ങനെയാണ് പെട്ടെന്ന് ഓർത്ത് ഈ അനീഷ് ചെയ്ത് പാട്ടും പാടും. ഞാൻ അനീഷ് പാസ്റ്ററെ വിളിച്ചു ചോദിച്ചു, ഈ പാട്ട് പാടാം? അയ്യോ, ഞാൻ എനിക്ക് അറിയുന്ന പാട്ട്. അപ്പം വന്നിരുന്ന ആ പാട്ട് പാടിയപ്പോഴാണ് ഞാൻ പറയുക, ഈ സഹോദരനാണ് ആ വീട് വെച്ച് കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. താനത് കേട്ടപ്പോ, ആദ്യമായിട്ട് കേട്ടപ്പോ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയല്ലേ, ചങ്ക് പൊട്ടി പാടി, കണ്ണീരോടെ പാടി. അതുകൊണ്ട് തന്നെ ലോകം അത് പ്രതികരിച്ചു. ഇന്ന് ഇപ്പൊ ഞങ്ങളിവിടെ പോയിട്ട് വരികയാണ്. 13,000 സ്ക്വയർ ഫീറ്റിന് അടുത്തുള്ള ഏറ്റവും മനോഹരപ്പെട്ട, ടെക്നിക്കലി പറഞ്ഞ ഒരു 3 നില വീട്, ഒരു സെല്ലാറുണ്ട്, പിന്നെ 2 നില മനോഹരപ്പെട്ട വീട്. അതിനകത്ത് ഫർണിച്ചർ എല്ലാം ഉൾപ്പെടെ ക്രമീകരണങ്ങൾ ദൈവം ചെയ്യുമ്പോൾ എനിക്കൊരു കർത്താവിനെ അറിയാം. ഓർക്കാപ്പുറത്തൊക്കെ ഇങ്ങനെ അതിര് വിശാലമാക്കുന്ന ദൈവം. അപ്പോ ദൈവം അതിര് വിശാലമാക്കുന്ന ദൈവം, അതിരിട്ട് കാക്കുന്ന ദൈവമാണെങ്കിൽ പിന്നെ ഈ ദൈവത്തെ ആരാധിക്കുന്നതിന് നമ്മളെന്തിനാ ഈ അതിര് വെക്കുക? കോവിഡിന്റെ സമയത്ത് ഭയങ്കര നഷ്ടമായിരുന്നു എല്ലാവരും പറഞ്ഞു. ഒരു സുഹൃത്ത് പറഞ്ഞു, എനിക്കത് ഭയങ്കര ലാഭമായിരുന്നു. അപ്പൊ ഞാൻ ഓർത്ത് ഇയാൾക്കാണ്ട് വലിയ ബിസിനസ് ആണ്ട് കിട്ടിയത്. അപ്പൊ ഞാൻ ചോദിച്ചു, എന്താ വല്ല കച്ചവടം വല്ല നടന്നു? ഒരു കച്ചവടം നടന്നില്ല. ഏറ്റവും വലിയ ലാഭം ചത്തില്ലെന്നുള്ളത് ലാഭം. കാരണം ഒത്തിരി പേര് ചത്തു. ജീവിച്ചിരിക്കുന്ന ഒരു ലാഭമല്ല. അല്ല, പരമാർത്ഥമായിട്ട് പറഞ്ഞാൽ ജീവിച്ചിരിക്കുന്നതല്ലേ ഏറ്റവും വലിയ ലാഭം. ആ ലാഭവും ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ കഴിയണ്ടേ? എല്ലാവരും ദൈവത്തെ ഒന്ന് സ്തുതിച്ച് കർത്താവിനെ ഒന്ന് ആരാധിച്ചാൽ അതിരുകളെ വിശാലമാക്കി ദൈവം. അതുകൊണ്ട് നമ്മുടെ ബന്ധങ്ങളെല്ലാം കുറച്ചുകൂടെ നല്ലതായി കണ്ടുകൊണ്ട്, സ്നേഹത്തിന്റെ കണ്ണിൽ കൂടെ കണ്ടുകൊണ്ട് നമുക്ക് ദൈവസന്നിധി പ്രാർത്ഥിക്കാം. അതിരുകൾ വിശാലമാക്കുന്ന, അതിരില്ലാതെ ദൈവത്തെ അതിരിട്ട് കാക്കുന്ന, വലമിടം ആയിരങ്ങൾ വലിയവർ വീണാലും വലയമായി നിന്നെ കാക്കുന്ന ദൈവത്തെ നമുക്കൊന്ന് സ്തോത്രം ചെയ്ത് സ്തുതിക്കാം. ആ പാട്ടൊന്ന് ചേർന്ന് പാടാം. വലമിടം ആയിരങ്ങൾ വലിയവർ വീണാലും വലയമായി നിന്നെ വലപ്പം കാക്കും. പകയന്റെ കണികളിലും പകരുന്ന വ്യാധിയിലും പകലിലും രാവിലും പകർന്നിടുന്ന കൃപ മഴ പോയി. ചേർന്ന് ഒന്ന് കരങ്ങളടിച്ച് ദൈവത്തെ ഒന്ന് പാടി സ്തുതിച്ചാട്ട് എല്ലാവരും ചേർന്ന് ഹല്ലേലൂയ, ഹല്ലേലൂയ.